ಈ ಪಟ್ಟಣത്തിൽ ಉಣರ್ವು ಆರಂಭಿച്ചു കഴിഞ്ഞു. ಈ ಪಟ್ಟಣದಲ್ಲಿ ಉಜ್ಜೀವನ ಆರಂಭವಾಯಿತು. നമ്മുടെ രാജ്യത്ത് ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞു. ನಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಉಜ್ಜೀವನ ಆರಂಭವಾಯಿತು. വലിയ പാത്രത്തെയാണ് യേശു നോക്കുന്നത്. ದೊಡ್ಡ ಪಾತ್ರಗಳನ್ನು ಯೇಸು ನೋಡುತ್ತಿದ್ದಾರೆ. 5000 പേർ സ്നാനപ്പെടുമെന്ന് വിശ്വസിക്കുന്ന വലിയ പാത്രം. 5000 ಜನಗಳು ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದುವರು ಎಂದು ಹೇಳುವಂತ ದೊಡ್ಡ ಪಾತ್ರ. നിന്റെ വലം കൈയിലൊന്ന് പിടിക്കാൻ പോവാ. ನಾನು ನಿನ್ನ ಬಲಗೈಯನ್ನು ಹಿಡಿಯುತ್ತೇನೆ. ഞാൻ നിന്നെ ഒന്ന് പൊക്കാൻ പോവാ. ನಾನು ನಿನ್ನನ್ನು ಮೇಲೆತ್ತುತ್ತೇನೆ. ദൈവത്തിന്റെ ഒരു ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. ದೇವನ ಶಕ್ತಿಯು ನಿನ್ನ ಮೇಲೆ ವ್ಯಾಪರಿಸುವುದು. യേശുവിന്റെ നാമത്തിൽ ദേശത്തോട് ഞാൻ പ്രവചനാത്മാവിൽ പറയട്ടെ, അകത്തു വരിക. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೈವೋಕ್ತಿಯಾಗಿ ಹೇಳುತ್ತೇನೆ, ನೀನು ಸಭೆಯ ಒಳಗೆ ಬಾ. എന്തിനു വേണ്ടി? ಯಾತಕ್ಕೋಸ್ಕರ? ദൈവത്തെ സ്തുതിക്കുവാൻ, ದೇವನನ್ನು ಸ್ತುತಿಸಲು. വെളിയിൽ കിടക്കുന്ന വ്യക്തികൾ അകത്തു വരാം. ಹೊರಗಡೆ ಇರುವ ವ್ಯಕ್ತಿಗಳು ಒಳಗೆ ಬರಲಿ. സൗഖ്യമായി അകത്തു വരാം. ಸೌಖ್ಯವಾಗಿ ಒಳಗೆ ಬಾ. തുള്ളിച്ചാടി അകത്തു വരാം. ಕುಣಿದು ಜಿಗೆ ಆಡುತ್ತಾ ಒಳಗೆ ಬಾ. ദൈവത്തെ ആരാധിക്കുവാൻ, ದೇವನನ್ನು ಆರಾಧಿಸಲು. മേവർഗീസ് പാസ്റ്റർ അങ്കിൾ, മേവർഗീസ് പാസ്റ്റർ അങ്കിൾ ಅವರು അദ്ദേഹത്തെ മുന്നോട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ അങ്കിൾ ദയവായി കടന്നു വരിക. ಅವರನ್ನು ಸ್ವಾಗತಿಸುವ ಜೋರಾಗಿ ಕರೆಯುತ್ತೇವೆ. എല്ലാ പ്രാവശ്യവും ഇദ്ദേഹം വരുമ്പോൾ അദ്ദേഹം വന്നതുപോലെ പോവുകയാണ്. ഈ പ്രാവശ്യം അദ്ദേഹത്തെ ഒരു ചെറിയൊരു മെമെന്റോ കൊടുത്ത് അങ്കിളിനെ ഓണർ ചെയ്യാൻ പോവാണ്. ಚಿಕ್ಕ ಒಂದು ಮೊಮೆಂಟ್ ಮೂಲಕವಾಗಿ ಕರ್ತನ ಅಭಿಷೇಕನ ಅಂಕಲ್ ಅವರನ್ನು ನಾವು ಗೌರವಿಸಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ. ഇന്ത്യയുടെ അപ്പോസ്തലനായി ദൈവരാജ്യങ്ങളിൽ അനേകം ആയിരക്കണക്കിന് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ച, ಭಾರತದಲ್ಲಿ ಅಪೊಸ್ತಲನಾಗಿ ಅನೇಕ ಸಾವಿರ ದೇವರ ಸೇವಕರನ್ನು ಸಹಾಯ ಮಾಡುವರಾಗಿ ഇന്നും ഇന്ത്യൻ സുവിശേഷ ചരിത്രങ്ങളിൽ തിളങ്ങി നിൽക്കുന്നൊരു വലിയ ലെജൻഡായി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു നല്ല പോർക്കുതിരയാണ് പാസ്റ്റർ അങ്കിൾ. ಇವತ್ತು ಕೂಡ ಸುವಾರ್ತೆ ಸೇವೆಯ ಇತಿಹಾಸದಲ್ಲಿ ಈಗಲೂ ಕೂಡ ಕರ್ತನ ಅಭಿಷೇಕನ ದೇವರು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಉಪಯೋಗಿಸುತ್ತಾರೆ. ഈ ഭൂമിയിൽ ഇനിയും അനേകം ഓട്ടം ഉള്ള ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശുശ്രൂഷകരെ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ച ഈ കർത്താവിൻ്റെ ദാസന് ഇനിയും ഒരുപാട് ഓട്ടങ്ങളുണ്ട് ഭൂമിയിലും. അതിനുശേഷം നിത്യതയിൽ കിട്ടാൻ പോകുന്നത് ഘനമേറിയതാണ്. പക്ഷേ നമ്മുടെ കൊച്ചു കൂട്ടങ്ങളിൽ വന്ന് നമ്മളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് എന്നും കൂടിയിരിക്കുകയും എല്ലാ ഉപദേശങ്ങളിലും പ്രാർത്ഥനകളിലും സഹായിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന് ചെയ്ത ഒരു കൊച്ചു അല്ലെങ്കിൽ ചെറിയൊരു ഓണറാണ്. ദൈവം ധാരാളം ഇനിയും അങ്കിളിനെ ഉപയോഗിക്കുമാറാകട്ടെ. ಅನೇಕ ಸಾವಿರ ಜನಗಳು 10,000 ಸೇವಕರನ್ನು ದೇವರ ನಿಲ್ಲಿಸುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡಿದ್ದಾರೆ. ಇನ್ನು ಅವರಿಗೆ ಹೆಚ್ಚಾಗಿ ಓಡುವುದಕ್ಕೋಸ್ಕರವಿದೆ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಸಣ್ಣ ಸಭೆಯಲ್ಲಿ ಕರ್ತನ ಅಭಿಷೇಕರು ಬರುವುದಕ್ಕಾಗಿ ಈ ಒಂದು ಚಿಕ್ಕ ಗೌರವ ಸಲ್ಲಿಸುವುದಕ್ಕಾಗಿ ದೇವರು ಸಹಾಯ ಮಾಡಿದರು. പാസ്റ്റർ ശരത് മുന്നേ വന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ശേഷം പാസ്റ്റർ അങ്കിൾ നമ്മളോട് ദൈവവചനത്തിൽ നിന്നും കർത്താവ് ഏൽപ്പിച്ച് നമ്മളോട് ശുശ്രൂഷിക്കുന്നതാണ്. ಕರ್ತದಾಸರು ಪ್ರಾರ್ಥಿಸಿದ ನಂತರವಾಗಿ ಕರ್ತನ ವಾಕ್ಯದಲ್ಲಿ ಪಾಸ್ಟರ್ ಅಂಕಲ್ ಅವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಮಾತನಾಡುತ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രികാലം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ഇവിടെ സംഭവിക്കുവാൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥങ്ങളെ സ്വർഗീയ പിതാവേ, ಪರಲೋಕಕ್ಕೂ ಭೂಲೋಕಕ್ಕೂ ಒಡೆಯನಾದಂಥ ದೇವರೇ, ഞങ്ങൾ ഇന്ന് രാത്രികാലം ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ನಾವು ಒಟ್ಟಾಗಿ ಸೇರಿ ರಾತ್ರಿಯಲ್ಲಿ ದೇಶಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷ ദേവദാസന്മാരെ ഓർത്തങ്ങൾ പ്രാർത്ഥിക്കുന്നു. ಇಲ್ಲಿ ಆಗಿರುವಂತ ಸೇವೆ ಮಾಡುವಂತ ದೇವ ಸೇವಕರನ್ನು ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ഇവിടെ കടന്നു വന്ന കുടുംബങ്ങളെ ഓർത്തങ്ങൾ പ്രാർത്ഥിക്കുന്നു. ಇಲ್ಲಿ ಬಂದ ಕುಟುಂಬಗಳನ್ನು ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, ವ್ಯಕ್ತಿಗಳನ್ನು ದೇವರು ಆಶೀರ್ವದಿಸುವುದಕ್ಕೆ, സഭയെ അടുത്ത നിലവാരത്തിലേക്ക് കർത്താവ് ചലിപ്പിക്കുവാൻ, ಸಭೆಯನ್ನು ಮುಂದಿನ ಮಂಡಲಕ್ಕೆ ದೇವರು ಚಲಿಸುವುದಕ್ಕೆ, ദേശത്തിനകത്തിന് സകല അന്യായ ശക്തിനും ഓടിപ്പോകത്തക്ക നിലവാരത്തിൽ
ദേശದ ಎಲ್ಲ ಅಂಧಕಾರ ಶಕ್ತಿಗಳು ಓಡಿ ಹೋಗುವ ಅಳತೆಯಲ್ಲಿ ശാപങ്ങളുടെ കെട്ടുകൾ പൊട്ടത്തക്ക നിലവാരത്തിൽ ಶಾಪಗಳ ಗಂಟುಗಳು ಬಂಧನಗಳು ಒಡೆಯುವಂತ ರೀತಿಗಳಲ್ಲಿ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ദേവദാസനെ തുറന്ന് ഉപയോഗിക്കുവാൻ ದೇವರ ಆತ್ಮನು ದೇವರ ಸೇವಕರು ಹೆಚ್ಚಾಗಿ ಉಪಯೋಗಿಸುವುದಕ್ಕಾಗಿ ഞങ്ങൾ ദേവദാസന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ನಾವು ದೇವದಾಸದಲ್ಲಿ ಮಧ್ಯಸ್ಥೆ ವಹಿಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ഞങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ನಮಗೋಸ್ಕರವಾಗಿ, ದೇಶಕ್ಕೋಸ್ಕರವಾಗಿ, ಸಭೆಗೋಸ್ಕರವಾಗಿ തുറന്നുള്ള സമയം ദൈവത്തെ ശക്തമായി കഥ ഉപയോഗിക്കുവാൻ ಮುಂದಿರುವ ಸಮಯದಲ್ಲಿ ಕರ್ತನು ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುವುದಕ್ಕಾಗಿ കഥ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ಕರ್ತನೇ ಸಹಾಯ ಮಾಡಬೇಕು, ಆಶ್ರಯಿಸಬೇಕು. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ. താങ്ക് യു പക്ഷേ എൻ്റെ അവസരം പ്രാർത്ഥിക്കാൻ ഒരുക്കി തന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു സോ മച്ച് പക്ഷേ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ಧನ್ಯವಾದಗಳು ಪಾಸ್ಟರ್. ഒട്ടും സമയം കളയാതെ, വിതൗട്ട് ടേക്കിംഗ് ഈവൻ എ സിംഗിൾ മൊമെന്റ്, ഐ ആം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ബിലവഡ് പാസ്റ്റർ, റെസ്പെക്റ്റഡ് പാസ്റ്റർ. ലെറ്റ് us put our hands together and give a warm welcome. ಕರ್ತವ್ಯ ಶ್ರೇಷ್ಠ ನಾಮത്തെ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു. ಕರ್ತನ ಶ್ರೇಷ್ಠವಾದ ನಾಮವನ್ನು ಮತ್ತೊಂದು ಆವರ್ತಿ ಮಹಿಮೆ ಪಡಿಸುತ್ತೇನೆ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ಮತ್ತೊಂದು ಆವರ್ತಿ ನಿಮ್ಮ ಸಂಗಡ ಆಗಿರುವುದಕ್ಕಾಗಿ ಕರ್ತನು ಕೊಟ್ಟ ಅವಕಾಶವನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸುತ್ತೇನೆ. പുതിയ നിയമസഭയിൽ നടന്ന ഒന്നാമത്തെ അത്ഭുതത്തെക്കുറിച്ച് തൊട്ട് ആരംഭിക്കാൻ തുടങ്ങാം. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಸಭೆಯಲ್ಲಿ ನಡೆದಂತ ಮೊದಲನೆಯ ಅದ್ಭುತವನ್ನ ಅದನ್ನ ಮುಟ್ಟಿ ಆರಂಭಿಸಲಿದ್ದೇನೆ. ദൈവം എങ്ങനെ അത്ഭുതം ചെയ്യുമോ അതുപോലെ പിശാച് അത്ഭുതമായി ദോഷം ചെയ്യും. ದೇವನು ಯಾವ ರೀತಿಯಾಗಿ ಅದ್ಭುತವನ್ನು ಮಾಡುತ್ತಾರೋ ಸೈತಾನನು ಕೂಡ ಅದೇ ರೀತಿಯಾಗಿ ಅದ್ಭುತ ರೀತಿಯಲ್ಲಿ ದೋಷವನ್ನು ಮಾಡುತ್ತಾನೆ. എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് വലിയ ജയം ലഭിക്കും. ദൈവം നമുക്ക് ജയം തരും. ಆದರೆ ದೇವರಿಂದ ನಮಗೆ ಒಂದು ದೊಡ್ಡ ಜಯ ಸಿಗುತ್ತದೆ, ಆತನು ಕೊಡುತ್ತಾನೆ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ನಾವು ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳ ಪುಸ್ತಕ 1ನೇ ಅಧ್ಯಾಯದ 8ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವಾಗ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ಯೇಸು ಕರ್ತನು ತನ್ನ ಶಿಷ್ಯರನ್ನು ನೋಡಿಕೊಂಡು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದರು, ಆದರೆ ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮ ಮೇಲೆ ಬರಲು ನೀವು ಬಲವನ್ನು ಹೊಂದಿ ಯೆರೂಸಲೇಮಿನಲ್ಲಿಯೂ ಎಲ್ಲ ಯಹೂದ್ಯ ಸಮರಿಯ ಸೀಮೆಗಳಲ್ಲಿಯೂ ಭೂಲೋಕದ ಕಟ್ಟ ಕಡೆಯವರೆಗೂ ನನಗೆ ಸಾಕ್ಷಿಗಳಾಗಿರಬೇಕು. നമ്മുടെ കർത്താവ് യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ನಮ್ಮ ಕರ್ತನಾಗಿರುವಂತ ಯೇಸು ಆತನು ಜೀವವನ್ನು ಕೊಟ್ಟು ഊണൽപ്പെട്ടു 3നെಯ ದಿನ ಜೀವಂತವಾಗಿ ಎದ್ದು ಬಂದರು. ആദ്യമേ മറിയമാർക്കും പിന്നത്തേതിൽ തന്റെ ശിഷ്യന്മാർക്കും വെളിപ്പെട്ടു. ಆರಂಭದಲ್ಲಿ ಮರಿಯಾಳ ಸಹೋದರಿಗೆ ಮತ್ತು ಶಿಷ್ಯರಿಗೆ ಆತನು ತೋರ್ಪಡಿಸಿಕೊಂಡ. മറ്റു പലർക്കും യേശു വെളിപ്പെട്ടു. ಮತ್ತೆ ಅನೇಕರಿಗೆ ದೇವನು ತನ್ನನ್ನು ತೋರಿಸಿಕೊಂಡ. ഒരു 40 ദിവസത്തോളം അവരോട് കൂടെ നടന്നു, തൻ ജീവനോടിരിക്കുന്നു എന്ന് അവർക്ക് തെളിയിച്ചു. ಸುಮಾರು 40 ದಿನದ ಕಾಲ ಅವರ ಸಂಗಡ ನಡೆದಾಡಿ ಆತನು ಇಂದಿಗೂ ಜೀವಿಸುತ್ತಿದ್ದಾನೆ ಎಂದು ತೋರಿಸಿಕೊಟ್ಟನು. യേശു കൂടെയുണ്ടെന്ന് തെളിയിക്കുന്നത് അത്ഭുതങ്ങൾ കൊണ്ടും വീര്യപ്രവൃത്തികൾ കൊണ്ടുമാണ്. ಯೇಸು ಕರ್ತನು ಆತನು ಜೀವಂತವಾಗಿ ಇದ್ದೇನೆ ಎಂದು ತೋರಿಸುವಂಥದ್ದು ಅದ್ಭುತ ಕಾರ್ಯಗಳಿಂದ ಮತ್ತು ಸೂಚಕ ಕಾರ್ಯಗಳಿಂದ. 40 ദിവസങ്ങൾക്ക് ശേഷം സ്വർഗത്തിലേക്ക് പോകുവാൻ യേശുവിന് സമയമായി. 40 ದಿನಗಳಾದ ಮೇಲೆ ಯೇಸು ಕರ್ತನಿಗೆ ಪರಲೋಕಕ್ಕೆ ಹೋಗುವಂತ ಸಮಯವಾಯಿತು. അന്ന് അവൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരോട് സംസാരിച്ചു. ಅಂದು ಆತನ ಶಿಷ್ಯರನ್ನ ಕರೆದುಕೊಂಡು ಅವರ ಸಂಗಡ ಮಾತನಾಡಲು ಆರಂಭಿಸಿದರು. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിലാണോ അങ്ങ് ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്, അഥവാ ഇസ്രായേൽ സാമ്രാജ്യത്തെ സ്ഥാപിക്കുന്നത് ಈ ദിവസങ്ങളിലാണോ? ಶಿಷ್ಯರು ಯೇಸುವಿನ ಬಳಿಯಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಕೇಳಿದರು, ಕರ್ತನೇ, ಈ ಇಸ್ರಾಯೇಲಿಗರ ಆ ರಾಜ್ಯವನ್ನು ಈ ದಿನದಲ್ಲಿ ನೀನು ಸ್ಥಾಪಿಸಿ ಕೊಡುತ್ತೀಯೋ, ಹಿಂತಿರುಗಿಸಿ ಕೊಡುತ್ತೀಯೋ ಎಂದು ಕೇಳಿದರು. യേശു അവരോട് പറഞ്ഞു, അതറിയുന്നത് നിങ്ങളുടെ ജോലിയല്ല. ಯೇಸು ಕರ್ತನು ಹೇಳಿದರು, ಅದು ತಿಳಿದುಕೊಳ್ಳುವಂತದ್ದು ನಿಮ್ಮ ಕೆಲಸವಲ್ಲ, അതെന്റെ പിതാവ് നോക്കിക്കോളും, ಅದು ನನ್ನ ತಂದೆ ನೋಡಿಕೊಳ್ಳುತ್ತಾರೆ. നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകണം. ಆದರೆ ನಿಮಗೆ ಒಂದು ಕೆಲಸವಿದೆ, ನೀವು ಬಲವನ್ನು ಹೊಂದಿಕೊಂಡು ನೀವು ಯೆರೂಸಲೇಮಿನಲ್ಲಿಯೂ ಯಹೂದ್ಯದಲ್ಲೂ ಸಮರಿಯದಲ್ಲೂ
ಭೂಮಿಯ ಕಟ್ಟ ಕಡೆಯವರೆಗೂ ನನ್ನ ಸಾಕ್ಷಿಗಳಾಗಿರಬೇಕು. അങ്ങനെ ഈ ശിഷ്യന്മാർ യെരൂശലേമിൽ കാത്തിരുന്നു, ശക്തിയെ പ്രാപിച്ചു. ಆ ರೀತಿಯಾಗಿ ಶಿಷ್ಯರು ಯೆರೂಸಲೇಮಿನಲ್ಲಿ ಕಾದಿದ್ದು ಅವರು ಬಲವನ್ನ ಹೊಂದಿಕೊಂಡರು. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലുണ്ട്. ಆಗ ನಾವು ಅದನ್ನ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳ ಪುಸ್ತಕ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ. അടുത്ത അധ്യായം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ಅದಾದ ಮೇಲೆ 3ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರುತ್ತೇವೆ. അവിടെ പത്രോസും യോഹന്നാനും ദേവാലയത്തിന്റെ ഗോപുര മുമ്പിലെത്തി. ಅಲ್ಲಿ ನೋಡಬೇಕಾದರೆ ಪೇತ್ರನು ಯೋಹನ್ನಾನು ಆ ದೇವಾಲಯದ ಮುಂಬಾಗಿ ಬಂದರು. അവിടെ ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായുണ്ട്, അവനെ കണ്ടു. ಅಲ್ಲಿ ನೋಡಬೇಕಾದರೆ ತಾಯಿಯ ಗರ್ಭದಿಂದಲೇ ಒಬ್ಬ ಮನುಷ್ಯನು ಕುಂಟನಾಗಿರುವ ಮನುಷ್ಯನನ್ನ ನೋಡಿದರು. ഈ മനുഷ്യന് 40 വയസ്സിലധികം പ്രായമുണ്ട്. ಈ ವ್ಯಕ್ತಿಗೆ ಸುಮಾರು 40ಕ್ಕಿಂತ ಹೆಚ್ಚು ವಯಸ್ಸಿದೆ. അവൻ എന്നും ദേവാലയത്തിന്റെ പടിക്കൽ വരും, ഭിക്ഷ യാചിക്കാനിരിക്കും. ಅವನು ಯಾವಾಗಲೂ ದೇವಾಲಯದ ಬಾಗಿಲತ್ರ ಬಂದು ಭಿಕ್ಷೆ ಯಾಚಿಸುವುದಕ್ಕಾಗಿ ಬರುತ್ತಿದ್ದ. പക്ഷേ അക്കാലത്ത് ഒരു ദോഷമുണ്ട്, അംഗവൈകല്യമുള്ള മനുഷ്യന് ആലയത്തിന്റെ അകത്ത് കടക്കാൻ ഒക്കത്തില്ല. ಅಂದಿನ ಕಾಲದಲ್ಲಿ ಒಂದು ಕಾರ್ಯವಿತ್ತು, ದೋಷ ಇರುವಂತವರು ಯಾರು ಕೂಡ ಆಲಯದ ಒಳಗೆ ಪ್ರವೇಶಿಸಲು ಆಗುವುದಿಲ್ಲ. അവൻ ആലയത്തിന്റെ വാതുക്കൽ വരെ വരാം, ಅವನು ಆಲಯದ ಬಾಗಿಲ ತನಕ ಬರಬಹುದಾಗಿತ್ತು. അകത്ത് ഏത് പ്രസംഗം ഉണ്ടെങ്കിലും അകത്ത് കയറാൻ അവനൊക്കത്തില്ല. ಏನೇ ಕಷ್ಟವಿದ್ದರೂ ಏನೇ ಕಾರ್ಯವಿದ್ದರೂ ಕೂಡ ಅವನ ಅಂಗವೈಕಲ್ಯದ ನಿಮಿತ್ತವಾಗಿ ಆ ಆಲಯದ ಒಳಗೆ ಬರಲು ಆಗುತ್ತಿರಲಿಲ್ಲ. ആലയത്തിന്റെ വെളിയിൽ ഭിക്ഷ യാചിച്ച് കഴിയുകയാണ്. ಅವನು ಆಲಯದ ಹೊರಗೆ ನಿಂತು ಭಿಕ್ಷೆ ಯಾಚಿಸುತ್ತಿದ್ದ. അവൻ നോക്കിയിരിക്കുമ്പോൾ തന്റെ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് വരുന്നത് കണ്ടു. ಆ ರೀತಿಯಾಗಿ ನೋಡುತ್ತಿರುವಂತ ಸಮಯದಲ್ಲಿ ಪೇತ್ರನು ಯೋಹನಾನು ಆಲಯದ ಕಡೆಗೆ ಬರುತ್ತಿದ್ದರು. അവൻ എന്തെങ്കിലും ഭിക്ഷ കിട്ടണം എന്ന ആശയോടെ പത്രോസിനെ ഉറ്റുനോക്കി. ಅವನಿಗೆ ಏನಾದರೂ ಭಿಕ್ಷೆ ಸಿಕ್ಕಬಹುದು ಎನ್ನುವಂತ ಆಸೆಯಿಂದ ಪೇತ್ರನನ್ನ ನೋಡಿದನು. പത്രോസ് അവനോട് പറഞ്ഞു, ഞങ്ങളെ നോക്ക്. ಪೇತ್ರನು ಅವನ ಸಂಗಡ ಹೇಳಿದರು, ನೀನು ನಮ್ಮನ್ನ ನೋಡು. വെള്ളിയും പൊന്നും നിനക്ക് തരുവാൻ, നാണയങ്ങൾ നിനക്ക് തരുവാൻ, പണം നിനക്ക് തരുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ಬೆಳ್ಳಿ ಬಂಗಾರವೋ ಹಣವೋ ದುಡ್ಡೋ ಕೊಡುವುದಕ್ಕೆ ನಮ್ಮ ಬಳಿಯಲ್ಲಿ ಏನೂ ಇಲ್ಲ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറെ ചിലത് ഉണ്ട്. ಆದರೆ ನಮ್ಮ ಕೈಯಲ್ಲಿ ಬೇರೊಂದಿದೆ. എന്റെ കയ്യിൽ ഉള്ളത്, ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് നിനക്ക് തരാം. ನಮ್ಮ ಕೈಯಲ್ಲಿ ಇರುವಂತದ್ದನ್ನ ನಾನು ನಿಮಗೆ ಕೊಡುತ್ತೇನೆ. അവരുടെ വലങ്കൈ നീട്ടി, പത്രോസിന്റെ വലങ്കരം നീട്ടി ഈ ഭിക്ഷക്കാരന്റെ വലങ്കരം പിടിച്ചു. ಈ ಪೇತ್ರನು ತನ್ನ ಬಲಗೈಯನ್ನ ಚಾಚಿ ಭಿಕ್ಷಕನ ಬಲಗೈಯನ್ನು ಹಿಡಿದುಕೊಂಡ. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് അവനോട് പറഞ്ഞു. ನಸ್ರೇನಾಗಿರುವಂತ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಎದ್ದೇಳು ಎಂದನು. അവന്റെ ശരീരത്തിലേക്ക് ഒരു ദൈവശക്തി വ്യാപരിച്ചു. ಅವನ ಶರೀರದಲ್ಲಿ ಒಂದು ದೈವ ಶಕ್ತಿಯು ವ್ಯಾಪರಿಸಿತು. തളർന്നു പോയിരുന്ന അവന്റെ മുഴങ്കാലുകൾ, അവന്റെ ശരീരഭാഗങ്ങൾ, കാലിന്റെ നരിയാണികൾ ഉറച്ചു. ಆತನ ಕಾಲುಗಳಲ್ಲಿ ಬಲವಿರಲಿಲ್ಲ, ಆದರೆ ಆತನ ಶರೀರದಲ್ಲಿ ಶಕ್ತಿಯು ಹೊರಟು ಆತನ ಪಾದಗಳು ದೃಢವಾಗಿ ನಿಂತವು. ചാടി എഴുന്നേറ്റു. ಅವನು ಜಿಗಿದು ನಿಂತ. നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചു. ಆತನು ನಡೆಯುತ್ತಾ ಜಿಗಿಯುತ್ತಾ ಕುಣಿಯುತ್ತಾ ದೇವನನ್ನ ಸ್ತುತಿಸಿದ. അവൻ ദേവാലയത്തിന്റെ അകത്തേക്ക് കയറി. ಅವನು ದೇವಾಲಯದ ಒಳಕ್ಕೆ ಹೋದ. കഴിഞ്ഞ 40-ലധികം വർഷമായി ഇവൻ ദേവാലയത്തിന്റെ പുറത്ത് കിടക്കുക. ಕಳೆದ 40 ವರ್ಷಗಳ ಕಾಲದಿಂದ ಈತನು ದೇವಾಲಯದ ಹೊರಗಿದ್ದಾನೆ. ഇവിടെ പ്രസംഗം നടക്കുന്നത് അവൻ അറിയാം, പാട്ടുപാടുന്നത് അവൻ അറിയാം, ആര് വരുന്നുവെന്ന് അവൻ അറിയാം, അകത്തെ കാര്യങ്ങൾ പലതും അറിയാം. ಈತನಿಗೆ ಯಾರು ಪ್ರಸಂಗ ಮಾಡುತ್ತಿದ್ದಾರೆ, ಹಾಡು ಆಡುತ್ತಿದ್ದಾರೆ, ಯಾರು ಬರುತ್ತಿದ್ದಾರೆ ಎನ್ನುವಂತ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಅವನಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು. പക്ഷെ അകത്ത് കയറാൻ അവൻ ഒക്കത്തില്ല, കാര്യം അവൻ അംഗഭംഗമുള്ളവനാണ്. ಆದರೆ ಒಳಗೋಗಲು ಸಾಧ್ಯವಿಲ್ಲ, ಏಕೆಂದರೆ ಅವನಿಗೆ ಅಂಗವೈಕಲ್ಯವಿದೆ. വലിയ പ്രശ്നമില്ല, കാലിന്റെ നരിയാണിക്ക് മാത്രമേ കേടുള്ളൂ. ಅವನಿಗೆ ದೊಡ್ಡ ಏನು ತೊಂದರೆ ಅಲ್ಲ, ಆತನ ಪಾದಗಳು ದೃಢವಾಗಿ ನಿಲ್ಲಲ್ಲ. പക്ഷെ അവൻ എഴുന്നേറ്റു, നടന്നു, തുള്ളി. ಆದರೆ ಆತನು ಎದ್ದು ನಿಂತುಕೊಂಡು ನಡೆದು ಕುಣಿದಾಡಿದ. അവൻ ദൈവത്തെ സ്തുതിച്ചു. ಅವನು ದೇವನನ್ನ ಸ್ತುತಿಸಿದನು. പത്രോസ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ಪೇತ್ರನು ಅವನ ಕೈಯನ್ನ ಹಿಡಿದಿದ್ದಾನೆ. പത്രോസ് പറഞ്ഞു, പണ്ട് നീ മുടന്തനായിരുന്ന കാലത്ത് നിനക്ക് ആലയത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ നീ മുടന്തനല്ല, അകത്ത് വരിക. ಇಂದಿನ ಸಮಯದಲ್ಲಿ ನೋಡಬೇಕಾದರೆ ನಿನಗೆ ಕಾಲು ನಿಲ್ಲಲು ಆಗುತ್ತಿರಲಿಲ್ಲ, ಅಂಗವೈಕಲ್ಯವಾಗಿದ್ದೆ, ಆದರೆ ಇಂದು ಆ ರೀತಿಯಲ್ಲ, ನೀನು ಆಲಯದ ಒಳಗೆ ಬಾ. പത്രോസ് അപ്പോസ്തലന്മാരോട് കൂടെ അവൻ ആലയത്തിൽ കടന്നു. ಪೇತ್ರನ ಅಪೊಸ್ತಲರ ಸಂಗಡ ಅವನು ಆಲಯದ ಒಳಗೆ ഈ ಪ್ರವೇಶಿಸಿದ. ദേശത്ത് നിങ്ങളെ അറിയാവുന്നവർ, നമ്മെ അറിയാവുന്നവർ, ക്രിസ്ത്യാനികളെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. ಈ ದೇಶದಲ್ಲಿ ನೋಡಬೇಕಾದರೆ ನಿಮ್ಮನ್ನ ಗುರುತು ಹಿಡಿಯುವವರು, ನಮ್ಮನ್ನ ತಿಳಿಯುವವರು, ಕ್ರೈಸ್ತರನ್ನ ತಿಳಿಯುವವರು ಅನೇಕರಿದ್ದಾರೆ. പക്ഷെ അവർക്കാർക്കും ദേവാലയത്തിൽ കയറാൻ സാധ്യമല്ല. ಅವರಿಗೆ ಯಾರಿಗೂ ದೇವಾಲಯದ ಒಳಗೆ ಬರಲು ಸಾಧ್ಯವಿಲ್ಲ. ചിലതിനെ അകത്തേക്ക് കൊണ്ടുവരുവാൻ ആലയത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ. ಕೆಲವರಿಗೆ
ಅವರನ್ನು ಒಳಗೆ ಕರೆತರುವುದಕ್ಕಾಗಿ ಆಲಯದ ಬಾಗಿಲುಗಳು ತೆರೆಯಲ್ಪಡಲಿ. ചിലരിലൂടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ಕೆಲವರ ಮೇಲೆ ದೇವನ ಬಲವು ವ್ಯಾಪರಿಸಲಿ. യേശു അവരോട് പറഞ്ഞിരുന്നു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ಯೇಸು ಕರ್ತನು ಅವರ ಸಂಗಡ ಹೇಳಿದನು, ನನ್ನ ಸಂಗಡ ಕೇಳಿದಂತ ತಂದೆಯಾದ ದೇವನ ವಾಗ್ದಾನಕ್ಕೋಸ್ಕರ ಕಾದಿರ್ರಿ. ശക്തി അവരുടെ മേൽ വന്നതോടെ അവരിൽ നിന്ന് ശക്തി പുറപ്പെടാൻ തുടങ്ങി. ಆ ಬಲ ಅವರ ಮೇಲೆ ಬಂದದ್ದಕ್ಕೋಸ್ಕರ ಅವರ ಮುಖಾಂತರವಾಗಿ ಬಲ ಹೊರಟಿತು. അവരുടെ വലങ്കരങ്ങളിൽ പിടിച്ചിരുന്നവന്റെ അകത്തേക്ക് ശക്തി വ്യാപരിച്ചു. ಯಾರ ಕೈಗಳನ್ನ ಬಲಗೈಯನ್ನ ಹಿಡಿದರೋ ಅವರ ಕೈಗಳೊಳಗೆ ದೇವನ ಶಕ್ತಿಯು ವ್ಯಾಪರಿಸಿತು. അവന്റെ കാല് സൗഖ്യമാകുവാൻ പത്രോസ് അവന്റെ കാലിൽ കൈവച്ചില്ല. ಅವನ ಕಾಲು ಗುಣವಾಗಲಿ ಎಂದು ಹೇಳಿ ಆತನ ಕಾಲುಗಳ ಮೇಲೆ ಪೇತ್ರನು ಕೈ ಇಡಲಿಲ್ಲ. പത്രോസ് അവന്റെ കയ്യിലാണ് പിടിച്ചത്. ಪೇತ್ರನು ಅವನ ಕೈಯನ್ನ ಹಿಡಿದನು. ദൈവത്തിങ്കൽ നിന്നൊരു ശക്തി ആത്മാവിലൂടെ പത്രോസിലേക്ക് വ്യാപരിച്ചു. ದೇವನ ಶಕ್ತಿಯು ಆತ್ಮನ ಮುಖಾಂತರವಾಗಿ ಪೇತ್ರನ ಮೇಲೆ ವ್ಯಾಪರಿಸಿತು. പത്രോസിന്റെ കയ്യിലൂടെ അവന്റെ വലം കൈയിലേക്ക് ശക്തി വ്യാപരിച്ചു. ಪೇತ್ರನ ಮೇಲಿಂದ ಆತನ ಬಲಗೈಯಲ್ಲಿ ಆ ಬಲವು ವ್ಯಾಪರಿಸಿತು. ആ കയ്യിൽ നിന്ന് ശരീരത്തിലൂടെ അവന്റെ കാലിലേക്ക് ശക്തി വ്യാപരിച്ചു. ಆ ಕೈಯ ಮುಖಾಂತರವಾಗಿ ಆತನ ಕಾಲ್ಗಳಲ್ಲಿ ಆ ಬಲವು ವ್ಯಾಪರಿಸಿತು. ഈ ശക്തിയുടെ പ്രത്യേകത, എവിടെ കേടുണ്ടോ അവിടേക്ക് വ്യാപരിക്കും, അവിടം സൗഖ്യമാകും. ಈ ಶಕ್ತಿಯ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಇದೆ. ಎಲ್ಲಿ ಕೇಡು ಸಂಭವಿಸಿದೆಯೋ ಅಲ್ಲಿ ಇದು ವ್ಯಾಪರಿಸುವುದು, ಆ ಕೇಡುಗಳನ್ನ ನೀಗಿಸುವುದು. ഈ ദേശത്ത് കേടുള്ള ചില ഭാഗങ്ങളുണ്ട്, അവിടേക്ക് ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ಈ ದೇಶದಲ್ಲೂ ಕೂಡ ಕೇಡುಗಳು ಇರುವಂತ ಭಾಗಗಳಿದೆ. ಆ ಜಾಗಗಳಲ್ಲಿ ದೇವನ ಶಕ್ತಿಯು ವ್ಯಾಪರಿಸಲಿ. അവന്റെ കയ്യിലേക്കാണ് തൊട്ടത്, പക്ഷെ ശക്തി വ്യാപരിച്ചത് കേടുള്ള ഭാഗത്താ. ಆತನ ಕೈಯನ್ನ ಪೇತ್ರನು ಮುಟ್ಟಿದ, ಆದರೆ ಅವನಿಗೆ ಎಲ್ಲಿ ದೋಷವಿತ್ತೋ ಕೇಡಿತ್ತೋ ಆ ಭಾಗಕ್ಕೆ ದೇವನ ಶಕ್ತಿಯು ವ್ಯಾಪರಿಸಿತು. ഈ ദേശത്ത് കേടുള്ള പല ഭാഗങ്ങളുണ്ട്. ಈ ದೇಶ ಪ್ರದೇಶದಲ್ಲಿ ಅನೇಕ ಕೇಡಿರುವಂತ ಭಾಗಗಳಿವೆ. ആകയാൽ എഴുന്നേൽക്കാൻ കഴിയാതെ ദേശം ഇരിക്കുന്ന സാഹചര്യത്തിൽ ಈ ಪ್ರದೇಶವು ಎದ್ದು ನಿಲ್ಲಲು ಆಗದೆ ಇರುವಂತ ಒಂದು ಸನ್ನಿವೇಶದಲ್ಲಿ ദൈവത്തിന്റെ ശക്തി അവിടേക്ക് വ്യാപരിക്കട്ടെ. ದೇವನ ಶಕ್ತಿಯು ಆ ಜಾಗಗಳಲ್ಲಿ ವ್ಯಾಪರಿಸಲಿ. ഈ ഭിക്ഷക്കാരൻ ദേവാലയത്തിന്റെ അകത്ത് കയറി. ಈ ಭಿಕ್ಷುಕನು ದೇವಾಲಯದ ಒಳಕ್ಕೆ ಪ್ರವೇಶಿಸಿದ. ജനമെല്ലാം അവരുടെ വട്ടം വന്നുകൂടി. ಜನರೆಲ್ಲರೂ ಆತನಿಗೆ ಸುತ್ತಲೂ ನಿಂತುಕೊಂಡರು. അവർ പത്രോസിനെ ഉറ്റുനോക്കാൻ തുടങ്ങി. ಅವರು ಪೇತ್ರನನ್ನು ಸೂಕ್ಷ್ಮವಾಗಿ ನೋಡಿದರು. നേരത്തെ അവിടെ ഇരുന്ന ഭിക്ഷക്കാരനോട് പറഞ്ഞത് ഞങ്ങളെ നോക്കുക എന്ന. ಏಕೆಂದರೆ ಮುಂಚಿತವಾಗಿ ಅವನು ಭಿಕ್ಷಕನನ್ನ ನೋಡಿ ಈ ರೀತಿ ಹೇಳಿದರು, ನೀನು ನನ್ನನ್ನ ಗಮನಿಸಿ ನೋಡು. ഇപ്പോൾ ഈ ജനം മുഴുവനും പത്രോസിനെ നോക്കുകയാ. ಈಗ ಆ ಜನ ಸಮೂಹವೇ ಪೇತ್ರನನ್ನು ನೋಡುತ್ತಿದ್ದಾರೆ. പത്രോസ് അവരോട് പറഞ്ഞു, ഞങ്ങളെ അല്ല നോക്കേണ്ടത്, ഇവനെ സൗഖ്യമാക്കിയവനെ യേശുവാ. ಆ ಪೇತ್ರನು ಹೇಳಿದನು, ನೀವು ನಮ್ಮನ್ನೆಲ್ಲ ನೋಡಬೇಕಾಗಿರುವುದು ಇವನನ್ನ ಗುಣಪಡಿಸಿದಂತ ಯೇಸುವಿನ ಕಡೆಗೆ ನೋಡಿ. ഞങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഒരു പ്രത്യേകതയുമില്ല, ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള മനുഷ്യരാ. ನಮಗೆ ಯಾವುದೇ ಪ್ರತ್ಯೇಕತೆಗಳು ಇಲ್ಲ, ನಾವು ನಿಮ್ಮ ರೀತಿಯಲ್ಲಿ ಸಾಧಾರಣ ಮನುಷ್ಯರೇ. എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ മേൽ എന്റെ മേൽ ശക്തി അയച്ചത്? ಯಾತಕ್ಕೋಸ್ಕರ ನಿಮ್ಮ ಮೇಲೂ ನನ್ನ ಮೇಲೂ ದೇವನ ಬಲವನ್ನ ಕೊಟ್ಟಿದ್ದು, കേടുള്ള ചില ഇടത്തേക്ക് അത് എത്തിക്കേണ്ടതിന്, ಕೇಡಿರುವಂತ ಜಾಗಗಳಲ್ಲಿ ಅದನ್ನ ಸೇರಿಸುವುದಕ್ಕಾಗಿ. കേടുള്ള ഇടത്ത് ശക്തി എത്തിച്ചേർന്നാൽ വരേണ്ടവൻ ആലയത്തിന്റെ അകത്ത് വരും. ಕೇಡಿರುವಂತ ಜಾಗಗಳಲ್ಲಿ ಬಲವು ವ್ಯಾಪರಿಸಿದರೆ ಬರಬೇಕಾಗಿರುವಂತವರು ಆಲಯದ ಒಳಗೆ ಬರುತ್ತಾರೆ. ജനമൊക്കെ നമ്മെ ബഹുമാനത്തോടെ നോക്കി എന്ന് വരും. ಆ ಕೆಲವರೆಲ್ಲ ನಮ್ಮನ್ನು ಬಹಳ ಘನದಿಂದ ನೋಡಬಹುದು. അവരോട് പറ, ഞങ്ങൾ നിങ്ങളെ പോലെയുള്ളവർ മാത്രമാണ്, ശക്തി ദൈവത്തിന്റെ വകയാ. ಅವರ ಸಂಗಡ ನೀವು ಹೇಳಬೇಕು, ನಾವು ನಿಮ್ಮ ರೀತಿಯಾದಂತ ಸಾಧಾರಣವಾದ ಮನುಷ್ಯರೇ, ನೀವು ನೋಡಬೇಕಾಗಿರುವುದು ಬಲವನ್ನು ಕೊಟ್ಟಂತ ಯೇಸುವನನ್ನ. ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ ചിലർ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനിടയാകട്ടെ. ಈ ದಿನಗಳಲ್ಲಿ ನಿಮ್ಮಲ್ಲಿ ಅನೇಕರು ನೀವು ಯೇಸುವನ್ನ ತೋರಿಸುವಂತವರಾಗಿ ಮಾರ್ಪಡಲಿ. ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ ചെയ്യട്ടെ. ದೇವರು ಅದ್ಭುತಗಳನ್ನ ನಿಮ್ಮ ಮುಖಾಂತರವಾಗಿ ಮಾಡಲಿ. വേദപുസ്തകത്തിന്റെ വ്യവസ്ഥ തന്നെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളുമാണ്. ದೇವನ ವಾಕ್ಯಗಳ ನೋಡಬೇಕಾದ್ರೆ ಅಡಿಪಾಯಗಳೇ ಅದ್ಭುತಗಳು, ಸೂಚಕ ಕಾರ್ಯಗಳು. ബൈബിൾ പറയുന്നു നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം യേശുവാണ്. ಸತ್ಯವೇದ ಪುಸ್ತಕ ಹೇಳುತ್ತದೆ, ನಮಗೆ ಒಂದು ಒಳ್ಳೆಯ ಉದಾಹರಣೆ ಎಂದರೆ ಅದು ಯೇಸು ಕ್ರಿಸ್ತನೇ. നമുക്ക് മാതൃകയാക്കുവാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല മനുഷ്യൻ യേശുവാണ്. ನಮಗೆ ಮಾದರಿಯಾಗಿ ಇಟ್ಟುಕೊಳ್ಳಬೇಕಾಗಿರುವಂತ ಒಳ್ಳೆಯ ಮನುಷ್ಯನೆಂದರೆ ಅದು ಯೇಸು ಕ್ರಿಸ್ತನು. നമുക്ക് യേശുവിന്റെ ശുശ്രൂഷയിലേക്ക് തിരിയാം. ನಾವು ಯೇಸುವಿನ ಸೇವೆ ಕಡೆಗೆ ತಿರುಗೋಣ. യേശുവിനെ കേവലം കണ്ടുപോകാൻ അല്ല, പകരം മാതൃകയാക്കേണ്ടതിന്. ನಾವು ಯೇಸು ಕರ್ತನನ್ನ ಬರೀ ನೋಡಿ ಹೋಗುವುದಕ್ಕಾಗಿ ಅಲ್ಲ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ
ಜೀವಿತದಲ್ಲಿ ಮಾದರಿಯಾಗಿ ಮಾಡಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ തന്റെ ശുശ്രൂഷയുടെ ആരംഭം എവിടെ നിന്നായിരുന്നു? ತನ್ನ ಸೇವೆಯ ಆರಂಭ ಎಲ್ಲಿಂದಾಗಿತ್ತು? കാനാവിലെ കല്യാണ വിരുന്നിൽ ഒരു ദിവസം യേശു ക്ഷണിക്കപ്പെട്ടു. ಕಾನಾನ್ ದೇಶದಲ್ಲಿರುವಂತ ಒಂದು ಮದುವೆಯ ಮನೆಯಲ್ಲಿ ಯೇಸುವನ್ನ ಆಹ್ವಾನಿಸಿದ್ದರು. അവിടത്തെ ഒരു വിവാഹത്തിന്റെ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ಅಲ್ಲಿ ನೋಡಬೇಕಾದರೆ ಒಂದು ವಿವಾಹದ ರಿಸೆಪ್ಷನ್ ನಡೆಯುತ್ತಿದೆ. അന്ന് നിർഭാഗ്യവശാൽ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. ಅಂದು ನೋಡಬೇಕಾದರೆ ನಿರ್ಭಾಗ್ಯವೆಂದು ಹೇಳಲಿ ಅಂದು ಅಲ್ಲಿ ದ್ರಾಕ್ಷಾರಸವು ಮುಗಿದು ಹೋಗಿತ್ತು. വീഞ്ഞില്ലാഞ്ഞതുകൊണ്ട് വീട്ടുകാർ ദുഃഖിക്കേണ്ടി വന്നു, നിരാശപ്പെടേണ്ടി വന്നു, അവർക്ക് ലജ്ജ അനുഭവിക്കേണ്ടതായി വന്നു. ದ್ರಾಕ್ಷಾರಸ ಇಲ್ಲದೆ ಹೋದದ್ದರಿಂದ ಆ ಮನೆಯವರಿಗೆ ನಿರಾಸೆ ಉಂಟಾಯಿತು, ದುಃಖ ಉಂಟಾಯಿತು, ಅವಮಾನಕ್ಕೆ ಒಳಪಡಬೇಕಾಗಿರುವಂತ ಸ್ಥಿತಿ ಬಂತು. യേശു അവിടെ വന്നിരുന്നു, യേശുവിന്റെ ശിഷ്യന്മാർ വന്നിരുന്നു. ಆ ಯೇಸು ಕರ್ತನು ಅವರ ಶಿಷ್ಯರು ಆ ಮದುವೆಗೆ ಬಂದಿದ್ದರು. കാര്യം യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിപ്പിക്കുന്നു. ಆ ಯೋಹನನ್ ಸುವಾರ್ತೆ ನೋಡಬೇಕಾದರೆ ಯೇಸುವನ್ನ ಆತನ ಶಿಷ್ಯರನ್ನ ಅವರು ಕರೆದಿದ್ದರು ಎಂದು ನೋಡುತ್ತೇವೆ. പക്ഷേ യേശുവിന്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. ಆದರೆ ಯೇಸುವಿನ ತಾಯಾದ ಮರಿಯಳು ಆ ಸಮಯದಲ್ಲಿ ಅಲ್ಲಿದ್ದರು. യേശുവിന്റെ അമ്മയായ മറിയ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ಆ ಯೇಸುವಿನ ತಾಯಿ ಮರಿಯಳು ಯೇಸುವಿನ ಹತ್ತಿರ ಬಂದು ಹೇಳಿದರು, ಇಲ್ಲಿ ದ್ರಾಕ್ಷಾರಸ ಮುಗಿದು ಹೋಗಿದೆ. ആളുകളെ വിളിച്ചുകൂട്ടി കൊടുക്കേണ്ട ഏറ്റവും പ്രധാന സാധനം വീഞ്ഞാണ്, അതവർക്കില്ല. ಆ ಜನಗಳೆಲ್ಲ ಅವರು ಕರೆದಿದ್ದರು. ಅವರಿಗೆ ಪ್ರಮುಖವಾಗಿ ಕೊಡಬೇಕಾಗಿರುವಂತದ್ದು ദ്രാക്ഷാരസವಾಗಿತ್ತು. ಆ ದ್ರಾಕ್ಷಾರಸ ಅಲ್ಲಿ ಮುಗಿದು ಹೋಗಿತ್ತು. യേശു അമ്മയോട് പറഞ്ഞു, ഇപ്പോഴേ എന്നെ ഇതിനകത്ത് ഇടപെടുത്തണ്ട. ಯೇಸು ತನ್ನ ತಾಯಿಯ ಸಂಗಡ ಈ ರೀತಿ ಹೇಳಿದರು, ಈಗಲೇ ನನ್ನನ್ನು ಈ ಕೆಲಸಕ್ಕೆ ಕರೆಯಬೇಡ. ഞാൻ ആ വാക്യങ്ങൾ ഒത്തിരി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ನಾನು ಆ ವಾಕ್ಯಗಳನ್ನ ನಿಮಗೆ ವಿವರಣೆಯಾಗಿ ಹೇಳಲು ಆಗ್ರಹಿಸುತ್ತಿಲ್ಲ. ചില പ്രധാന ആശയങ്ങൾ മാത്രം. ನಾನು ಕೆಲವು ದೇವನ ಆಶಯಗಳನ್ನ ಮಾತ್ರ ಹೇಳುತ್ತೇನೆ. നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തതിൽ ആ തർജ്ജമയ്ക്ക് ഒത്തിരി പരാജയമുണ്ട്. ನಮ್ಮ ಭಾಷೆಗಳಲ್ಲಿ ಅವರು ಭಾಷಾಂತರ ಮಾಡಬೇಕಾದರೆ ಅನೇಕ ಅಲ್ಲಿ ಕೊರತೆಗಳಿವೆ. യേശു അമ്മയോട് ചോദിച്ചത്, വൈ ഡു യു ഇൻവോൾവ് മീ നൗ? ഇപ്പോളെ എന്തിനു വേണ്ടി എന്നെ ഇതിനകത്ത് ഇടപെടുത്തുന്നു? ಯೇಸು ಕರ್ತನು ತನ್ನ ತಾಯ ಸಂಗಡ ಹೇಳಿದ್ದು, ಯಾತಕ್ಕೋಸ್ಕರ ನನ್ನನ್ನ ಈ ವಿಷಯದಲ್ಲಿ ಈಗ ಒಳಪಡಿಸುತ್ತಿದ್ದಿ? ഞാൻ ഇടപെടേണ്ട ഒരു സമയം വരും. ನಾನು ಒಳಪಡಬೇಕಾಗಿರುವಂತ ಒಂದು ಸಮಯ ಬರುತ್ತದೆ. എന്നെ ഇപ്പോഴേ ഇതിനകത്ത് ഇടപെടുത്തുന്നത് എന്തിനാണ്? ನನ್ನನ್ನು ಈಗಲೇ ಈ ವಿಷಯದಲ್ಲಿ ಒಳಪಡಿಸುವುದು ಯಾತಕ್ಕೋಸ್ಕರ? എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല. ನನ್ನ ಸಮಯ ಇನ್ನು ಬಂದಿಲ್ಲ. പിന്നെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഒരു അടയാളം കാണിക്കാം. ತಾಯಿಯೇ, ನೀನು ನನ್ನ ಸಂಗಡ ಕೇಳಿದ್ದಕ್ಕೋಸ್ಕರ ಒಂದು ಸೂಚಕ ಕಾರ್ಯ ಮಾಡುತ್ತೇನೆ. ഈ പറയുന്ന വിശദീകരണങ്ങൾ ഓർത്തുകൊണ്ട് ഇനി ഒരിക്കൽ യോഹന്നാൻ 2-ാം അധ്യായം വായിക്കണം. ಈ ಒಂದು ವಿವರಣೆಗಳನ್ನ ನೆನಪಿನಲ್ಲಿ ಇಟ್ಟುಕೊಂಡು ನೀವು ಯೋಹನನು ಬರೆದ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯವನ್ನ ನೀವು ಓದಬೇಕು. ഞാൻ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു അടയാളം മാത്രം ഇപ്പൊ കാണിക്കാം. ನಾನು ಮಾಡಲು ಹೋಗುತ್ತಿರುವಂತಹ ಕಾರ್ಯಗಳಿಗೆ ಒಂದೇ ಒಂದು ಸೂಚಕ ಎನ್ನುವ ರೀತಿಯಲ್ಲಿ ಮಾಡುತ್ತೇನೆ. ഇത് യഥാർത്ഥ സംഭവമല്ല, യഥാർത്ഥ സംഭവം വരാനുള്ളതേ ഉള്ളൂ. ಇದು ಇನ್ನು ನಡೆಯಬೇಕಾಗಿರುವಂತ ದೊಡ್ಡ ವಿಷಯಗಳು ಇನ್ನು ಬರಬೇಕಾಗಿದೆ. ഞാനൊരു അടയാളം കാണിക്കാം. ನಾನು ಬರೀ ಒಂದು ಗುರುತು ತೋರಿಸುತ್ತೇನೆ. ഇത് പറഞ്ഞുകൊണ്ട് യേശു വട്ടത്തിൽ നോക്കി. ಇದನ್ನು ನೋಡಿ ಹೇಳಿದ ಮೇಲೆ ಯೇಸು ಕರ್ತನು ಅಲ್ಲಿ ಸುತ್ತಲೂ ನೋಡಿದರು. അവിടെ വലിപ്പമുള്ള 6 കൽപാത്രങ്ങൾ യേശു കണ്ടു. ಅಲ್ಲಿ ನೋಡಬೇಕಾದರೆ ದೊಡ್ಡದಾದ 6 ಕಲ್ಲಿನ ಪಾತ್ರೆಯನ್ನು ದೇವನು ನೋಡಿದನು. ഇനി യേശുവിന്റെ അമ്മയായ മറിയ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ಈ ಯೇಸುವಿನ ತಾಯಿ ಯೇಸುವಿನ ಬಳಿಯಲ್ಲಿ ಅವರಲ್ಲಿ ದ್ರಾಕ್ಷಾರಸವಿಲ್ಲ ಎಂದು ಹೇಳಿದರು. ഒരു അടയാളം ചെയ്യാം എന്ന് യേശുവും സമ്മതിച്ചു. ಒಂದು ಸೂಚಕ ಕಾರ್ಯ ಮಾಡುತ್ತೇನೆ, ಗುರುತು ತೋರಿಸುತ್ತೇನೆ ಎಂದು ಯೇಸುವು ಹೇಳಿದರು. യേശു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവിന്റെ മുഖഭാവം കൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി. ಯೇಸು ಆ ರೀತಿಯಾಗಿ ಒಂದು ಮಾತು ಹೇಳಿದಾರ ಎಂದು ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಆದರೆ ಅವರ ಆಶಯವನ್ನ ತಾಯಿ ತಿಳಿದುಕೊಂಡಳು. യേശുവിന്റെ അമ്മ ഉടനെ തോഴ്മക്കാരെ നോക്കാൻ തുടങ്ങി, വേലക്കാരെ നോക്കാൻ തുടങ്ങി. ಯೇಸುವಿನ ತಾಯಿ ಅಲ್ಲಿರುವಂತಹ ಸೇವಕರನ್ನ ನೋಡಲು ಆರಂಭಿಸಿದಳು. അമ്മയെ വേലക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. ಅಲ್ಲಿರುವಂತಹ ಸೇವಕರಿಗೆ ಯೇಸುವಿನ ತಾಯಿ ಮರಿಯಳು ಈ ರೀತಿ ಆಜ್ಞಾಪಿಸಿದಳು, ಯೇಸು ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಏನು ಹೇಳುತ್ತಾರೋ ಅದನ್ನ ನೀವು ಮಾಡಿರಿ. എന്നെ
എന്നെ ഏതെങ്കിലും ഒരു വിരുന്നു വീട്ടിൽ വിളിച്ചാൽ, ನನ್ನನ್ನು ಯಾವುದಾದರೂ ಒಂದು ಔತಣದ ಮನೆಗೆ ಕರೆದರೆ ഞാൻ ഒരിക്കലും ആ വീട്ടിലെ വേലക്കാരോട് ഒരു കാര്യവും ആവശ്യപ്പെടത്തില്ല. ನಾನು ಅಲ್ಲಿರುವಂತ ಮನೆ ಕೆಲಸದವರ ಹತ್ರ, ಸೇವಕರ ಹತ್ರ ಯಾವುದೇ ಕಾರ್ಯವನ್ನ ನಾನು ಕೇಳುವುದಿಲ್ಲ, ಅಗತ್ಯ ಪಡುವುದಿಲ್ಲ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച വീട്ടുകാരോട് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ನನ್ನನ್ನು ಏನಾದರೂ ಅಗತ್ಯವಿದ್ದರೆ ನನ್ನನ್ನ ಯಾರು ಕರೆದರೂ ಆ ಮನೆಯವರ ಹತ್ರ ಮಾತ್ರನೇ ನನ್ನ ವಿಷಯ ಹಂಚಿಕೊಳ್ಳುತ್ತೇನೆ. പക്ഷേ യേശുവിന്റെ അമ്മ വീട്ടുകാരോടല്ല പറഞ്ഞത്, വേലക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ಆದರೆ ಯೇಸುವಿನ ತಾಯಿ ಮನೆಯವರ ಸಂಗಡವಲ್ಲ, ಅಲ್ಲಿರುವಂತ ಸೇವಕರ ಸಂಗಡ ಹೇಳಿದರು, ಯೇಸು ಏನು ಹೇಳುತ್ತಾರೋ ಅದನ್ನ ನೀವು ಮಾಡಿ. എന്തുകൊണ്ടാണ് യേശുവിന്റെ അമ്മ അങ്ങനെ ചെയ്തത്? ಯಾತಕ್ಕೋಸ್ಕರ ಯೇಸುವಿನ ತಾಯಿ ಆ ರೀತಿ ಮಾಡಿದರು? കൂടുതൽ ബുദ്ധിയുള്ളവർക്ക് പലപ്പോഴും അനുസരിക്കാൻ പ്രയാസമുള്ള കാര്യമൊക്കെ യേശു പറയും. ಯೇಸು ಕರ್ತನು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ, ಗೊತ್ತಿರುವ ರೀತಿಯಲ್ಲಿ ತುಂಬಾ ಬುದ್ಧಿ ಇರುವವರು ವಿಧೇಯರಾಗಲು ಅವರಿಗಾಗಲ್ಲ. അതുകൊണ്ട് വേലക്കാർ മാത്രമേ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ സാധ്യതയുള്ളൂ. ಅದಕ್ಕೋಸ್ಕರವೇ ಸೇವಕರು ಮಾತ್ರವೇ ಆತನು ಹೇಳಿದ ರೀತಿಯಲ್ಲೂ ಮಾಡಲು ಸಾಧ್ಯ. അമ്മ അവരോട് പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യണം. ಆ ತಾಯಿ ಹೇಳಿದಳು, ಆತ ಯೇಸು ಹೇಳುವ ರೀತಿಯಲ್ಲಿ ನೀವು ಮಾಡಿರಿ. വീഞ്ഞില്ലാത്ത വിരുന്നു വീടിന്റെ ഒന്നാമത്തെ ആവശ്യം യേശു പറയുന്നത് കേൾക്കുന്ന ദാസന്മാരാണ്. ನೋಡಿ, ಔತಣದ ಮನೆಯಲ್ಲಿ ದ್ರಾಕ್ಷಾರಸ ಇಲ್ಲದೆ ಇರುವಂತ ಮನೆಯಲ್ಲಿ ಮೊದಲನೇದಾಗಿ ಮಾಡಬೇಕಾಗಿರುವ ಕಾರ್ಯ ಸೇವಕರಾಗಿ ಇದ್ದು ಯೇಸು ಹೇಳುವುದನ್ನ ಮಾಡಬೇಕು. യേശുവിന്റെ അമ്മയെ അന്വേഷിക്കുന്നത് അനുസരിക്കുന്ന വേലക്കാരെയാ. ಯೇಸುವಿನ ತಾಯಿ ಹುಡುಕುತ್ತಿದ್ದಂಥದ್ದು ವಿಧೇಯರಾಗುವಂತ ಕೆಲಸಗಾರರನ್ನ. ഇന്ന് അനുസരിക്കുന്ന ചിലരെ കർത്താവ് ഇതിന്റെ നടുവിൽ നിന്ന് നോക്കുക. ನಿಮ್ಮ ಮಧ್ಯದಲ್ಲೂ ಕೂಡ ಯೇಸು ಕರ್ತನು ವಿಧೇಯರಾಗುವಂತ ಕೆಲಸಗಾರರನ್ನ ದೇವನು ಹುಡುಕುತ್ತಿದ್ದಾರೆ. യേശുവിന്റെ അമ്മ വേലക്കാരെ നോക്കുമ്പോൾ, ಯೇಸುವಿನ ತಾಯಿ ಸೇವಕರನ್ನ ನೋಡುವಾಗ, യേശു നോക്കുന്നത് പാത്രങ്ങളാണ്. ಯೇಸು ನೋಡುತ್ತಿರುವಂತದ್ದು ಪಾತ್ರಗಳನ್ನ. തനിക്ക് അത്ഭുതം ചെയ്യുവാൻ വേണ്ടി ചില പാത്രങ്ങൾ വേണം. ತನಗೆ ಅದ್ಭುತವನ್ನು ಮಾಡುವುದಕ್ಕೋಸ್ಕರ ಕೆಲ ಪಾತ್ರಗಳು ಬೇಕು. ഞാൻ കാനാവിൽ പോയിട്ടുണ്ട്. ಸೇವಕರು ಕಾನಾನ್ ದೇಶಕ್ಕೆ ಹೋಗಿದ್ದಾರೆ. അവിടുത്തെ വിവാഹ വീടിന്റെ സാഹചര്യങ്ങൾ എനിക്ക് ഇന്ന് ഏറെക്കുറെ അറിയാം. ಅಲ್ಲಿ ವಿವಾಹದ ಮನೆಯಲ್ಲಿ ಏನೇನು ನಡೆಯುತ್ತದೆ ಎನ್ನುವಂಥದ್ದು ಅನೇಕ ವಿಷಯಗಳು ಸೇವಕರಿಗೆ ಗೊತ್ತು. അവിടെ വീഞ്ഞു കൊടുക്കുന്ന ഒരുപാട് പാത്രങ്ങൾ കാണും. ಅಲ್ಲಿ ദ്രാಕ್ಷಾರಸಕ್ಕೋಸ್ಕರ ಅನೇಕ ಪಾತ್ರಗಳು ಇರುತ್ತವೆ. വീഞ്ഞു വിളമ്പുന്ന പാത്രങ്ങളുടെ സാധാരണ സൈസ് 100 ഗ്രാമിന് താഴെ മാത്രം 100 മില്ലി ലിറ്ററിന് താഴെ മാത്രം കൊള്ളുന്ന കൊച്ചു പാത്രങ്ങളാണ്. ಅಲ್ಲಿ ನೋಡಬೇಕಾದ್ರೆ ದ್ರಾಕ್ಷಾರಸಕ್ಕೋಸ್ಕರ ಇಡುವಂತ ಪಾತ್ರೆಗಳು 100 ಮಿಲಿ ಲೀಟರ್ ಇರುವಂತ ಚಿಕ್ಕ ಚಿಕ್ಕ ಪಾತ್ರೆಗಳೇ. ഒരാൾക്ക് 4-5 ಪಾತ್ರങ്ങൾ എടുത്ത് കുടിക്കാം. ಒಂದು ವ್ಯಕ್ತಿಗೆ 4-5 ಪಾತ್ರೆಗಳನ್ನು ತೆಗೆದು ಕುಡಿಯಬಹುದು. ഒന്നാമത്തെ ഗ്ലാസ് എടുത്ത് കുറച്ചു നേരം കൊണ്ട് കുടിച്ചു. ಒಂದು ಗ್ಲಾಸ್ ಅನ್ನು ತೆಗೆದುಕೊಂಡು ಸ್ವಲ್ಪ ಹೊತ್ತು ಕುಡಿದರು. അത് തീർന്നു കഴിയുമ്പോൾ ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് രണ്ടാമത്തെ ഗ്ലാസ് എടുക്കാം. ಅದು ಮುಗಿದ ಮೇಲೆ ಆ ಗ್ಲಾಸ್ ಅನ್ನ ಇಟ್ಟು ಇನ್ನೊಂದು ಗ್ಲಾಸ್ ತೆಗೆದುಕೊಳ್ಳಬಹುದು. ഇങ്ങനെ 2-3 മണിക്കൂർ കൊണ്ട് അവർക്ക് 4-5 ഗ്ലാസ് വീഞ്ഞു കുടിക്കാം. ಬೇಕಾದರೆ 3-4 ಗಂಟೆಗಳ ಒಳಗಾಗಿ ಅವರು ಸುಮಾರು 4-5 ಗ್ಲಾಸ್ ದ್ರಾಕ್ಷಾರಸ ಕುಡಿಯಬಹುದು. അതുകൊണ്ട് വരുന്നവർക്കെല്ലാം ഉപയോഗിക്കേണ്ടതിന് ആവശ്യമുള്ള ധാരാളം ഗ്ലാസുകൾ അവിടെ ഉണ്ട്. ಬರುವಂತವರಿಗೆ ಉಪಯೋಗ ಮಾಡುವುದಕ್ಕಾಗಿ ಹೇರಾಳವಾದಂತಹ ಲೋಟಗಳು ಅಲ್ಲಿರುತ್ತವೆ. യേശുവും പാത്രം നോക്കി തുടങ്ങി. ಯೇಸು ಕರ್ತನು ಕೂಡ ಪಾತ್ರೆಯನ್ನ ನೋಡಿದರು. ചെറിയ പാത്രങ്ങളൊക്കെ തന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിലും യേശുവിന്റെ കണ്ണവിടെ നിന്നില്ല. ಚಿಕ್ಕ ಚಿಕ್ಕ ಲೋಟಗಳು ಪಾತ್ರೆಗಳು ಯೇಸುವಿನ ಕಣ್ಣಿಗೆ ಬಿದ್ದಿದ್ದರೂ ಕೂಡ ಅದರಲ್ಲಿ ದೇವನು ಸೀಮಿತವಾಗಿ ಇಡಲಿಲ್ಲ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ വെളിയിൽ കിടക്കുന്നു ചില വലിയ പാത്രങ്ങൾ. ಆ ರೀತಿಯಾಗಿ ನೋಡುತ್ತಿರುವಂತ ಸಮಯದಲ್ಲಿ ಆ ಮನೆಯ ಹೊರಭಾಗದಲ್ಲಿ ದೊಡ್ಡ ದೊಡ್ಡ ಭರಣಿಯ ರೀತಿಯಲ್ಲಿ ದೊಡ್ಡ ಕಲ್ಪಾತ್ರೆಗಳಿವೆ. അത് യഹൂദന്റെ ശുദ്ധീകരണത്തിന്റെ മര്യാദ പ്രകാരം ഉണ്ടാക്കിയതാണ്. ಅದು ಎಲ್ಲವೂ ಯಹೂದ್ಯನಿಗೆ ಶುದ್ಧೀಕರಣಕ್ಕೋಸ್ಕರ ಮಾಡಲ್ಪಟ್ಟಂತ ಪಾತ್ರೆಗಳು. എന്താണ് ശുദ്ധീകരണത്തിനുള്ള കൽപാത്രങ്ങൾ? ಏನು ಶುದ್ಧೀಕರಣದ ಈ ಪಾತ್ರೆಗಳು? വെളിയിൽ നിന്ന് നടന്നു വരുന്ന ആളുകൾ, ಹೊರಗಡೆಯಿಂದ ನಡೆದು ಬರುವಂತ ವ್ಯಕ್ತಿಗಳು, അവരുടെ ചെരുപ്പ് അഴിച്ചിട്ട ശേഷം കാല് വെള്ളത്തിന്റെ അകത്ത് മുക്കി ഒരച്ച് കഴുകിയിട്ടാണ് അകത്ത് കയറുന്നത്. ಅವರು ಹೊರಗಿಂದ ಬರುವಂತ ಸಮಯದಲ್ಲಿ ತಮ್ಮ ಚಪ್ಪಲಿಗಳನ್ನ ಬಿಚ್ಚಿ ಅವರು ನೀರಿನಲ್ಲಿ ಕಾಲುಗಳನ್ನು ಅಜ್ಜಿ ಚೆನ್ನಾಗಿ ಉಜ್ಜಿ ತೊಳೆದು ಅವರು ಮನೆ ಒಳಕ್ಕೆ ಬರುತ್ತಾರೆ. ഇന്ന് നമ്മുടെ റോഡുകൾ
ടാർ ഇട്ടതും നല്ല റോഡുകളുമാണ്. ಇಂದು ನೋಡಬೇಕಾದರೆ ಅನೇಕ ರಸ್ತೆಗಳಲ್ಲಿ ಟಾರ್ ಹಾಕಿದ್ದಾರೆ, ಒಳ್ಳೆ ರಸ್ತೆಗಳೇ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ ടാർ കണ്ടുപിടിക്കുന്നതിന് മുന്നമേ, ಇಂದಿನಿಂದ 2000 ವರ್ಷಗಳ ಹಿಂದೆ ಈ ಟಾರ್ಗಳನ್ನ ಕಂಡುಹಿಡಿಯುವುದಕ್ಕೆ ಮುಂಚಿತವಾಗಿ ചള്ള പിടിച്ച വഴിയെ കൂടെ നടന്നാണ് ആളുകൾ വരുന്നത്. ಅನೇಕರು ಮಣ್ಣಿನ ಹಾದಿಯಲ್ಲೂ ಕೆಸರಿನಲ್ಲೂ ನಡೆದು ಬರುತ್ತಿದ್ದರು. ആ കാല് വെള്ളത്തിനകത്തിട്ട് ഒരച്ച് കഴുകാൻ ഉപയോഗിക്കുന്ന മുഷിഞ്ഞ പാത്രങ്ങൾ, ಅದು ಕಾಲುಗಳು ಆ ನೀರಿನಲ್ಲಿ ಅಜ್ಜಿ ಕಾಲು ತೊಳೆಯೋದಕ್ಕೋಸ್ಕರ ಇಟ್ಟಿರುವಂತಹ ಹಳೆಯ ಪಾತ್ರೆಗಳೇ. ഭംഗിയില്ലാത്ത വലിയ പാത്രങ്ങൾ, ಆ ಅಂದ ಚಂದ ಇಲ್ಲದೆ ಇರುವಂತ ದೊಡ್ಡ ಪಾತ್ರೆಗಳು. അതിൽ ഒരു പാത്രത്തിനകത്ത് 4ഉം 5ഉം പറ വീതം 2ഉം 3ഉം പറ വീതം കൊള്ളുന്നതാണ്. ಆ ಪಾತ್ರೆಗಳು ನೋಡಬೇಕಾದರೆ 2-3 ದೊಡ್ಡ ದೊಡ್ಡ ಆಳದಲ್ಲಿ ಗ್ಯಾಲನ್ಸ್ ರೀತಿಯಲ್ಲಿ ನೀರು ತುಂಬಲ್ಪಡುತ್ತದೆ. ഞാൻ പറഞ്ഞു അകത്തിരിക്കുന്ന പാത്രങ്ങളിൽ 100 മില്ലി ലിറ്ററിന് താഴെ കൊള്ളുന്ന കൊച്ചു പാത്രങ്ങളാ. ನಾನು ಹೇಳಿದೆ ಒಳಗಡೆ ಇರುವಂತ ಪಾತ್ರೆಗಳು 100 ಮಿಲಿ ನೀರು ಇರುವಂತಹ ಚಿಕ್ಕ ಚಿಕ್ಕ ಪಾತ್ರೆಗಳು. പക്ഷേ അത് വളരെ മനോഹരതയുള്ളതാണ്. ಅದು ತುಂಬಾ ಅಂದವಾಗಿ ಚಂದವಾಗಿರುವಂತ ಪಾತ್ರೆಗಳು. സാധാരണഗതിയിൽ വെള്ളി കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ്. ಸಾಧಾರಣವಾಗಿ ನೋಡಬೇಕಾದರೆ ಅದು ಎಲ್ಲವೂ ಬೆಳ್ಳಿಯಿಂದ ಮಾಡಲ್ಪಟ್ಟಂತ ಲೋಟಗಳೇ. അതിന്റെ മുകളിൽ സ്വർണം കൊണ്ടുള്ളതായ ഒരു റൗണ്ട് കാണും. ಅದರ ಮೇಲ್ಭಾಗದಲ್ಲಿ ನೋಡಬೇಕಾದರೆ ಚಿನ್ನದಿಂದ ಮಾಡಲ್ಪಟ್ಟಿರುವಂತಹ ಒಂದು ಆಕಾರದಲ್ಲಿ ಮಾಡಲ್ಪಟ್ಟಿರುತ್ತದೆ. കാണാൻ വളരെ മനോഹരമാണ്. ನೋಡುವುದಕ್ಕೆ ಬಹಳ ಅಂದವಾಗಿರುತ್ತದೆ. അതിനകത്താണ് അവർ വീഞ്ഞെടുത്ത് കുടിക്കുന്നത്. ಅದರೊಳಗೇನೆ ಅವರು ದ್ರಾಕ್ಷಾರಸವನ್ನ ಕುಡಿಯೋದು. പക്ഷേ അത് ചെറിയ പാത്രമാണ്. ಆದರೆ ಅದು ಚಿಕ್ಕ ಚಿಕ್ಕ ಪಾತ್ರೆಗಳು. യേശുവിന് ചെറിയ പാത്രം കൊണ്ട് തൃപ്തിയാകുന്നില്ല. ಯೇಸು ಕರ್ತನಿಗೆ ಚಿಕ್ಕ ಪಾತ್ರೆಗಳಿಂದ ತೃಪ್ತಿಯಾಗುತ್ತಿಲ್ಲ. യേശുവിന് വലിയ പാത്രങ്ങൾ വേണം. ಯೇಸು ಕರ್ತನಿಗೆ ದೊಡ್ಡ ಪಾತ್ರೆಗಳು ಬೇಕು. താൻ വെളിയിലേക്ക് നോക്കുമ്പോൾ, ಆತನು ಹೊರಗಡೆ ನೋಡುವಾಗ, അകത്ത് വലിയ പാത്രം ഇല്ലാതെ വന്നാൽ യേശു വെളിയിലേക്ക് നോക്കും. ಆ ಒಳಗಡೆ ದೊಡ್ಡ ಪಾತ್ರೆಗಳು ಇಲ್ಲದೆ ಇದ್ದರೆ ಯೇಸು ಕರ್ತನು ಹೊರಗಡೆ ನೋಡುತ್ತಾರೆ. അവിടെ നോക്കുമ്പോൾ തന്റെ 5-6 വലിയ പാത്രങ്ങൾ കിടക്കുന്നു. ಅಲ್ಲಿ ನೋಡಬೇಕಾದರೆ 5-6 ದೊಡ್ಡ ಪಾತ್ರೆಗಳು ಅಲ್ಲಿವೆ. 2ഉം 3ഉം പറ വീതം കൊള്ളുന്നതാണ്. ಅದು 2-3 ಹೆಚ್ಚಾಗಿ ಗ್ಯಾಲನ್ ನೀರು ತುಂಬಿಕೊಳ್ಳುವಂತದ್ದು. അകത്തിരിക്കുന്ന പാത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു 100 മില്ലി ലിറ്ററിന് താഴെ. ನಾನು ಒಳಗಿರುವಂತ ಪಾತ್ರೆಗಳ ಕುರಿತಾಗಿ ಹೇಳಿದೆ 100 ಮಿಲಿ ಅಳತೆ ಇರುವಂತವೇ. വെളിയിൽ കിടക്കുന്നത് 2ഉം 3ഉം പറ കൊള്ളുന്നത്. ಹೊರಗಡೆ ಇರುವಂತದ್ದು 2-3 ಡ್ರಮ್ ಅಷ್ಟು ನೀರು ತುಂಬುವಂತದ್ದು. ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ಇದು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲು ಸ್ವಲ್ಪ ಕಷ್ಟ. അതുകൊണ്ട് 2 ഞാൻ ഒരേ അളവിലേക്ക് മാറ്റാം. ನಾನು ಇದು 2ನ್ನ ಒಂದೇ ಅಳತೆಗೆ ಮಾರ್ಪಡಿಸುತ್ತೇನೆ. അകത്തിരിക്കുന്ന പാത്രങ്ങളുടെ ഏതാണ്ട് 100 ഇരട്ടി വലിപ്പമുള്ള പാത്രമാണ് വെളിയിൽ കിടക്കുന്നത്. ಆ ಒಳಗಡೆ ಇರುವಂತ ಪಾತ್ರೆಗಳಿಗಿಂತ ಸುಮಾರು 100ರಷ್ಟು ಹೆಚ್ಚಾಗಿ ತುಂಬಲ್ಪಡುವಂತಹ ಪಾತ್ರೆಯೇ ಹೊರಗಿರುವಂತದ್ದು. പക്ഷേ അതിന് ഭംഗി തീരെയില്ല. ಆದರೆ ನೋಡುವುದಕ್ಕೆ ಆ ಪಾತ್ರೆಗಳು ಅಂದವಾಗಿ ಕಾಣುತ್ತಿಲ್ಲ. യേശു പറഞ്ഞ കേൾക്കുന്ന ശിഷ്യന്മാരോട് ദാസന്മാരോട് പറഞ്ഞു, ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്ക്. ಯೇಸು ಕರ್ತನು ಆ ಸೇವಕರ ಸಂಗಡ ಹೇಳಿದರು, ಆ ಪಾತ್ರೆಯಲ್ಲಿ ನೀವು ನೀರು ತುಂಬಿರಿ. കുടുംബനാഥനോട് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ആ അഴുക്ക് പാത്രത്തിൽ വെള്ളം നിറയ്ക്കത്തില്ല. ಒಂದು ವೇಳೆ ಕುಟುಂಬ ಯಜಮಾನನ ಸಂಗಡ ಹೇಳುವುದಾದರೆ ಆ ಪಾತ್ರೆಯಲ್ಲಿ ನೀರು ಹಾಕುವುದಕ್ಕಾಗಿ ಆತನು ಒಪ್ಪುವುದೇ ಇಲ್ಲ. കാര്യം വരുന്നവർ അതിനകത്ത് കാലിട്ടാണ് കഴുകേണ്ടത്. ಏಕೆಂದರೆ ಬರುವಂತವರು ಅದರಲ್ಲಿ ಕಾಲಿಟ್ಟು ಅವರ ಕಾಲುಗಳನ್ನು ತೊಳೆದುಕೊಳ್ಳಬೇಕು. പാത്രത്തിൽ നിറച്ചു വെള്ളമുണ്ടെങ്കിൽ കാലിടുമ്പോൾ അതുവഴി എല്ലാം ഒഴുകും. ಆ ಪಾತ್ರೆ ತುಂಬಾ ನೀರಿರುವುದಾದರೆ ಕಾಲು ಹಾಕುವಂತ ಸಮಯದಲ್ಲಿ ಅದು ತುಂಬಿ ನೀರುಗಳು ಹೊರ ಸುರಿಯುವುದು. എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. ನನ್ನ ಸಂಗಡ ಹೇಳುವುದಾದರೆ ನಾನು ಅದು ಮಾಡೋದಿಲ್ಲ. അതുകൊണ്ട് യേശു എന്നോട് പറയാതെ അനുസരിക്കുന്നവരോട് കൽപ്പിച്ചു. ಯೇಸು ಕರ್ತನು ಅದಕ್ಕೋಸ್ಕರ ನನ್ನ ಸಂಗಡ ಹೇಳದೆ ಯಾರು ವಿಧೇಯರಾಗುತ್ತಾರೋ ಅವರ ಸಂಗಡ ಇದನ್ನ ಹೇಳಿದರು. യേശു പറഞ്ഞു, ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്ക്. ಯೇಸು ಕರ್ತನು ಹೇಳಿದರು, ಆ ಪಾತ್ರೆಯಲ್ಲಿ ನೀರನ್ನು ತುಂಬಿರಿ. അവർ വക്കോളം നിറച്ചു. ಅವರು ಅದನ್ನು ತುಂಬಿದರು. യേശു പറഞ്ഞത് അവരുടെ കഴിവിന്റെ പരമാവധി കൊള്ളുന്നിടത്തോളം വെള്ളം കോരി നിറച്ചു. ಯೇಸು ಕರ್ತನು ಹೇಳುವಾಗ ಅವರಿಗೆ ಎಷ್ಟು ಸಾಧ್ಯವಾಗುತ್ತದೋ ಅಷ್ಟು ಮಟ್ಟಕ್ಕೆ ಅದರ ಕುತ್ತಿಗೆಯ ತನಕ ನೀರು ತುಂಬಿದರು. വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ಅದರ ಕುತ್ತಿಗೆಯಷ್ಟು ನೀರು ತುಂಬಿದ ಮೇಲೆ യേശുവിന്റെ അടുത്ത കൽപ്പന, ಯೇಸುವಿನ ಮುಂದಿನ ಆಜ್ಞೆ, ഇപ്പോൾ കുറച്ചു കോരിക്കൊണ്ട് വിരുന്നുവാഴിയുടെ കയ്യിൽ കൊട്. ಈ
ಈಗ ಇದರಿಂದ ತೆಗೆದುಕೊಂಡು ಔತಣಕ್ಕೆ ಬಂದಿರುವಂತವರಿಗೆ ಕೊಡಿರಿ. ഈ വീഞ്ഞ് ഇതിനോടകം ഇത് വീഞ്ഞായി മാറി. ಇದರ ಒಳಗಾಗಿ ಇದು ದ್ರಾಕ್ಷಾರಸವಾಗಿ ಮಾರ್ಪಟ್ಟಿತು. വെള്ളത്തിന്റെ നിറം മാറി ചുവന്ന നിറമായി. ಆ ನೀರಿನ ಬಣ್ಣವು ಅದು ಬದಲಾಯಿತು, ಕೆಂಪಾಗಿ ಮಾರ್ಪಟ್ಟಿತು. വെള്ളത്തിന്റെ മണം മാറി വീഞ്ഞിന്റെ മണമായി. ಆ ನೀರಿನ ವಾಸನೆಯು ಮಾರ್ಪಟ್ಟಿತು, ದ್ರಾಕ್ಷಾರಸದ ವಾಸನೆಯಾಗಿ ಮಾರ್ಪಟ್ಟಿತು. വെള്ളത്തിന്റെ സ്വഭാവം മാറി വീര്യമുള്ള വീഞ്ഞായി. ಆ ನೀರಿನ ಸ್ವಭಾವವು ಮಾರ್ಪಟ್ಟಿತು, ಅದು ವೀರ್ಯ ಉಳ್ಳಂತ ದ್ರಾಕ್ಷಾರಸವಾಯಿತು. വീഞ്ഞു വഴി കണ്ടപ്പോൾ തേണ്ട വീഞ്ഞ് കൊണ്ടുവരുന്നു. ಈಗ ನೋಡಬೇಕಾದರೆ ಸೇವಕರು ದ್ರಾಕ್ಷಾರಸವನ್ನ ತರುತ್ತಿದ್ದಾರೆ. ഈ അഴുക്ക് പാത്രത്തിൽ ഒരിക്കൽ ഒഴിച്ച വെള്ളമാണെന്ന് വിരുന്നു വഴി അറിഞ്ഞില്ല. ಆ ಔತಣಕ್ಕೆ ಬಂದಿದ್ದಂತ ಅತಿಥಿಗಳಿಗೆ ಇದು ಒಳಸಾದ ಹೊರಗಡೆ ಇರುವಂತ ಪಾತ್ರೆಯಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟದು ಎಂದು ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲ. അദ്ദേഹം അത് രുചിച്ചു നോക്കി. ಅವರು ಎಲ್ಲರೂ ರುಚಿಸಿ ನೋಡಿದರು. അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല വീഞ്ഞാണിത്. ಅವರು ಹೇಳಿದರು ಇದೇ ಶ್ರೇಷ್ಠವಾದ ದ್ರಾಕ್ಷಾರಸ. ഇത്ര നല്ല വീഞ്ഞ് നീ ഇതുവരെ എവിടെ ഒളിച്ചു വെച്ചിരുന്നു? ಇದುವರೆಗೂ ಈ ಶ್ರೇಷ್ಠವಾದಂತ ದ್ರಾಕ್ಷಾರಸವನ್ನ ಎಲ್ಲಿ ಬಚ್ಚಿಟ್ಟಿದ್ದಿ? യേശുവിന്റെ ഒന്നാമത്തെ അടയാളമാണ്. ಇದು ಯೇಸು ಕರ್ತನ ಮೊದಲನೆಯ ಗುರುತು. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് യേശു ഈ ക്രിയ ചെയ്തു. ಆ ಗುರುತುಗಳಲ್ಲಿ ಸೂಚಕ ಕಾರ್ಯಗಳಲ್ಲಿ ಮೊದಲನೆಯ ಗುರುತಾಗಿ ಯೇಸು ಕರ್ತನು ಕಾನಾನಿನ ಆ ಮದುವೆಯಲ್ಲಿ ಮಾಡಿದನು. ഞാൻ പറഞ്ഞു ഇത് കേവലം ഒരു അടയാളമായിരുന്നു. ನಾನು ನಿಮಗೆ ಹೇಳಿದೆ ಇದು ಬರೀ ಒಂದು ಗುರುತಾಗಿತ್ತು. സാക്ഷാത്തായ കാര്യം യേശു ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ಇನ್ನು ಯಥಾರ್ಥವಾದಂತದ್ದನ್ನ ದೇವನು ಇನ್ನು ಮಾಡಲು ಇದ್ದನು. ഇനി എന്നായിരുന്നു ഈ സംഭവം നടന്നതെന്ന് നോക്കാം. ಇನ್ನು ಯಾವಾಗ ಇದು ನಡೆಯಿತು ಎಂದು ನೋಡೋಣ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ಯೋಹನನು ಬರೆದ ಸುವಾರ್ತೆ 4ನೇ ಅಧ್ಯಾಯದ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 2ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯದಲ್ಲಿ 3-ാം നാളിലായിരുന്നു ഈ സംഭവം നടന്നത്. ಇದು ನೋಡಬೇಕಾದರೆ 3ನೇ ದಿನದಲ್ಲಿ. 3-ാം നാൾ എന്നതിനൊരു പ്രത്യേകതയുണ്ട്. 3ನೇ ದಿನಕ್ಕೆ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಇದೆ. വേദപുസ്തകത്തിലെ അനേക പദങ്ങൾക്കും നമ്മൾ ചിന്തിക്കാത്ത അർത്ഥവ്യാപ്തികളുണ്ട്. ವೇದ ಪುಸ್ತಕದಲ್ಲಿ ನೋಡಬೇಕಾದರೆ ಅನೇಕ ಪದಗಳಿಗೆ ನಾವು ಚಿಂತಿಸಲು ಊಹಿಸಲು ಆಗದೇ ಇರುವಷ್ಟು ಶ್ರೇಷ್ಠತೆಗಳಿವೆ. ദൈവത്തിന് ഒരു 1-ാം നാളും ഒരു 2-ാം നാളും ഒരു 3-ാം നാളും ഉണ്ട്. ದೇವನಿಗೆ ಮೊದಲನೆಯ, ಎರಡನೆಯ, 3ನೆಯ ದಿನ ಎಂದು ಇದೆ. സത്യത്തിൽ നാം ഇന്നൊരു 3-ാം നാളിലാണ്. ನಿಜ ಹೇಳಬೇಕೆಂದರೆ ಇಂದು ನಾವು ಒಂದು 3ನೆಯ ದಿನದಲ್ಲಿದ್ದೇವೆ. ഈ നൂറ്റാണ്ടിൽ നടക്കേണ്ട ചില കാര്യങ്ങളുടെ ഉദാഹരണം മാതൃകയാണ് യേശു അന്ന് കാണിച്ചത്. ಈ ಒಂದು ಶತಮಾನದಲ್ಲಿ ನಡೆಯಬೇಕಾಗಿರುವಂತ ಒಂದು ಕಾರ್ಯಕ್ಕೆ ಉದಾಹರಣೆಯಾಗಿಯೇ ದೇವನು ಅಂದು ತೋರಿಸಿಕೊಟ್ಟನು. ബൈബിൾ പറയുന്നു 1000 സംവത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയാണ്. ಆ ದೇವನ ವಾಕ್ಯ ಹೇಳುತ್ತದೆ ಆತನ ದೃಷ್ಟಿಯಲ್ಲಿ 1000 ವರ್ಷಗಳು ಒಂದು ದಿನವಾಗಿ. അങ്ങനെയാണെങ്കിൽ 2000 വർഷം ദൈവത്തിന് 2 ദിവസം പോലെയാണ്. ಆಗಿರುವುದಾದರೆ 2000 ವರ್ಷ ದೇವನ ದೃಷ್ಟಿಯಲ್ಲಿ 2 ದಿನದ ರೀತಿ. എങ്കിൽ 2001 കയറിയവരെ നാം ദൈവത്തിന്റെ 3-ാം നാളിലാണ്. ಆ 2001ನೇ ವರ್ಷದಲ್ಲಿ ಬಂದವರು ನಾವು 3ನೇ ದಿನದಲ್ಲಿದ್ದೇವೆ. ഇനിയും നമുക്ക് മടങ്ങി വരാം. ಇನ್ನು ನಾವು ಹಿಂತಿರುಗಿ ಬರೋಣ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ಆ 3ನೆಯ ದಿನದಲ್ಲಿ ಕಾನಾವಿನಲ್ಲಿ ಒಂದು ಮನೆಯಲ್ಲಿ ಮದುವೆ ನಡೆಯುತ್ತಿತ್ತು. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ಯೇಸುವನ್ನ ಶಿಷ್ಯರನ್ನ ಆ ಮದುವೆಗೆ ಅವರು ಕರೆದಿದ್ದರು. ആ കല്യാണ വീട്ടിൽ യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ടായിരുന്നു. ಅಲ್ಲಿ ಮದುವೆ ಮನೆಯಲ್ಲಿ ಯೇಸುವಿನ ತಾಯಾಗಿರುವಂತ ಮರಿಯಳು ಆ ಮದುವೆ ಮನೆಯಲ್ಲಿ ಇದ್ದಳು. ഈ സാഹചര്യത്തിലാണ് യേശു കാണുന്നത് വീഞ്ഞിന് വീര്യമില്ല. ಈ ಸಮಯದಲ್ಲಿ ಯೇಸು ನೋಡುತ್ತಿರುವುದು ದ್ರಾಕ್ಷಾ ರಸಕ್ಕೆ ವೀರ್ಯವಿಲ್ಲ. 3-ാം നൂറ്റാണ്ടിലെ അതെ 3-ാമത്തെ സഹസ്രാബ്ദത്തിൽ വീഞ്ഞിന് വീര്യമില്ല. ಆ 3ನೇ ಶತಮಾನದ ಈ ಒಂದು ದಿನ ಸಮಯದಲ್ಲಿ ನೋಡಬೇಕಾದರೆ ದ್ರಾಕ್ಷಾ ರಸಕ್ಕೆ ಬಲವಿಲ್ಲ. പ്രാർത്ഥിക്കുന്നവർ അനേകരുണ്ടെങ്കിലും രോഗശാന്തികളില്ല. ಪ್ರಾರ್ಥಿಸುವವರು ಅನೇಕರಿದ್ದರೂ ರೋಗ ಸೌಖ್ಯ ಕೊಡುವಂತವರು ಅನೇಕರಿಲ್ಲ. പാട്ടുപാടുന്നവർ പലരുണ്ടെങ്കിലും ആത്മബലമില്ല. ಆಡುವವರು ಅನೇಕರಿದ್ದರೂ ಕೂಡ ಆತ್ಮದ ಬಲವಿಲ್ಲ. കൽപ്പിക്കുന്നവർ അനേകരുണ്ടെങ്കിലും കൽപ്പന സാധ്യമാകുന്നില്ല. ಆಜ್ಞಾಪಿಸಲು ಅನೇಕರಿದ್ದರೂ ಕೂಡ ಆಜ್ಞಾಪಿಸುವುದು ನಡೆಯುತ್ತಿಲ್ಲ. പ്രവർത്തകർ പലരുണ്ടെങ്കിലും ദൈവസഭ വളരുന്നില്ല. ಆ ಕ್ರಿಯೆಯಲ್ಲಿ ಇರುವಂತವರು ಅನೇಕರಿದ್ದರೂ ದೇವರ ಸಭೆ ಬೆಳೆಯುತ್ತಿಲ್ಲ. ഇതിന്റെ മാതൃകയായിരുന്നു അന്ന് യേശു കാണിച്ചത്. ಇಂದಿನ ಮಾದರಿಯಾಗಿಯೇ ಅಂದು ಯೇಸು ಕರ್ತನು ತೋರಿಸಿದ್ದು. അന്നാണ് യേശുവിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല. ಅಂದಿನ ಸಮಯದಲ್ಲೇ ಯೇಸು ಕರ್ತನ ತಾಯಿ ಆತನ ಸಂಗಡ ಹೇಳಿದರು ದ್ರಾಕ್ಷಾರಸವಿಲ್ಲ. നമുക്ക്
യേശുവിനോട് പറയാം, കർത്താവേ ഈ നാടിന് വീഞ്ഞില്ല. ಈ ನಾವು ಯೇಸುವಿನ ಬಳಿಯಲ್ಲಿ ಹೇಳೋಣ, ಕರ್ತನೆ ಈ ದಿನಗಳಲ್ಲಿ ದ್ರಾಕ್ಷಾರಸವಿಲ್ಲ, ഈ വീട് നാടിന് വീഞ്ഞില്ല. ಈ ಮನೆಯಲ್ಲಿ ಈ ನಗರದಲ್ಲಿ ದ್ರಾಕ್ಷಾರಸವಿಲ್ಲ. ഇവിടെ സഭകൾ പലതുണ്ടെങ്കിലും വീര്യം നഷ്ടപ്പെട്ടു പോയി. ಇಲ್ಲಿ ಅನೇಕ ಸಭೆಗಳು ಇದ್ದರೂ ಕೂಡ ಅದರಲ್ಲಿ ಫಲ ನಷ್ಟವಾಗಿ ಹೋಯಿತು. വീര്യമുള്ള വീഞ്ഞ് ഇവിടെ കാണാനില്ല. ವೀರ್ಯವಿರುವಂತ ದ್ರಾಕ್ಷಾರಸ ನೋಡಲು ಆಗುತ್ತಿಲ್ಲ. യേശുവിന് ചിലത് ചെയ്യാനുണ്ട്. ಯೇಸುವಿಗೆ ಕೆಲವೊಂದು ಮಾಡಬೇಕಾಗಿದೆ. യേശു ആദ്യം തപ്പുന്നത് പാത്രമാണ്. ಯೇಸು ಮೊದಲನೇದಾಗಿ ಹುಡುಕುವುದು ಪಾತ್ರೆಯನ್ನ. 100 മില്ലി ലിറ്റർ കൊള്ളുന്ന കുട്ടി പാത്രങ്ങളെ യേശു കൈവിട്ടു. ಯೇಸು ಕರ್ತನು 100 ಮಿಲಿ ಲೀಟರ್ ಹಿಡಿಯುವಂತ ಚಿಕ್ಕ ಪಾತ್ರೆಗಳನ್ನ ಕೈ ಬಿಟ್ಟನು. വലിയ പാത്രത്തെയാണ് യേശു നോക്കുന്നത്. ದೊಡ್ಡ ಪಾತ್ರೆಗಳನ್ನ ಯೇಸು ನೋಡುತ್ತಿದ್ದಾರೆ. ഒരാണ്ടിൽ 5 സ്നാനം നടക്കുമെന്ന് വിശ്വസിക്കുന്ന കുട്ടിപ്പാത്രങ്ങളെ തള്ളി ಒಂದು ವರ್ಷದಲ್ಲಿ 5 ಕಾರ್ಯಗಳನ್ನು ನೋಡುವಂತಹ ಚಿಕ್ಕ ಚಿಕ್ಕ ಪಾತ್ರಗಳನ್ನ ದೇವನು ಬಿಟ್ಟು ಬಿಟ್ಟನು. 5000 പേർ ಸ್ನಾನപ്പെടുമെന്ന് ವಿಶ್ವಸಿക്കുന്ന വലിയ ಪಾತ್രം, 5000 ಜನಗಳು ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದುವರು ಎಂದು ಹೇಳುವಂತ ದೊಡ್ಡ ಪಾತ್ರೆ. യേശു വലിയ പാത്രം തപ്പാൻ തുടങ്ങി. ಯೇಸು ಕರ್ತನು ದೊಡ್ಡ ಪಾತ್ರೆಗಳನ್ನು ನೋಡಿದ. പ്രാർത്ഥിച്ചാൽ തലവേദന സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്ന കുട്ടിപ്പാത്രങ്ങളെ തള്ളി ಪ್ರಾರ್ಥಿಸಿದರೆ ತಲೆನೋವು ನೀಗಲ್ಪಡುತ್ತದೆ ಎನ್ನುವಂತ ಚಿಕ್ಕ ಪಾತ್ರೆಗಳನ್ನ ಕೈ ಬಿಟ್ಟನು. പ്രാർത്ഥിച്ചാൽ മരിച്ചവർ ഉയർക്കുമെന്ന് വിശ്വസിക്കുന്ന വലിയ പാത്രങ്ങൾ തപ്പി ಪ್ರಾರ್ಥಿಸಿದರೆ ಸತ್ತವರು ಜೀವಂತವಾಗಿ ಎದ್ದು ಬರುತ್ತಾರೆ ಎನ್ನುವ ದೊಡ್ಡ ಪಾತ್ರೆಗಳನ್ನು ತೆಗೆದುಕೊಂಡ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഈച്ചപൂച്ചികൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കും, കുറെ ശാന്തത ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. ಯೇಸು ಕರ್ತನ ನಾಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವುದಾದರೆ ಇರುವಂತ ನೊಣಗಳು ಸೊಳ್ಳೆಗಳೆಲ್ಲ ಮನೆಯಿಂದ ಹೊರಗೋಗಿ ಶಾಂತವಾಗುತ್ತದೆ ಎಂದು ಎಲ್ಲರಿಗೂ ಗೊತ್ತು. ಅದು ಪುರೋಹಿತനും അറിയാം, മഹാപുരോഹിതനും അറിയാം. ಅದು ಯಾಜಕನಿಗೂ ಗೊತ್ತು, ಶ್ರೇಷ್ಠ ಯಾಜಕನಿಗೂ ಗೊತ್ತು. യേശു അവരെ തള്ളി. ಯೇಸು ಕರ್ತನು ಅವರನ್ನ ತಳ್ಳಿಬಿಟ್ಟನು. മുടന്തൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന വലിയ പാത്രമായ പത്രോസിനെ തിരഞ്ഞെടുത്തു. ಆದರೆ ಕುಂಟನು ಕೂಡ ಸೌಖ್ಯವಾಗುವನು ಎಂದು ನಂಬುವಂತಹ ದೊಡ್ಡ ಪಾತ್ರೆಯಾಗಿರುವಂತಹ ಪೇತ್ರನನ್ನ ಕೈಯಲ್ಲೆತ್ತುಕೊಂಡನು. യേശു വലിയ പാത്രങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി. ಯೇಸು ಕರ್ತನು ಆ ದೊಡ್ಡ ಪಾತ್ರೆಗಳ ಮೇಲೆ ಕೈ ಚಾಚಿದ. തന്റെ മുമ്പിൽ കണ്ട് അനുസരിക്കുന്ന ഒരു കൂട്ടം സേവകന്മാർ, ತನ್ನ ಮುಂದಾಗಿ ವಿಧೇಯರಾಗುವಂತ ಒಂದು ಗುಂಪು ಸೇವಕರು. യേശു ഒരു കൽപ്പന, ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കൂ. ಓ ಜೀಸಸ್, ಯೇಸುವಿನ ಆಜ್ಞೆ, ಆ ಪಾತ್ರೆಗಳಲ್ಲಿ ನೀರನ್ನ ತುಂಬಿರಿ. അകത്തിരിക്കുന്ന കുട്ടിപ്പാത്രങ്ങൾ അവിടെ ഇരുന്നോട്ടെ, ಒಳಗಿರುವಂತ ಚಿಕ್ಕ ಚಿಕ್ಕ ಪಾತ್ರೆಗಳು ಅಲ್ಲೇ ಇರಲಿ. അതെല്ലാം കണ്ടാ ನಲ್ಲതാ, ಅದೆಲ್ಲ ನೋಡೋದು ತುಂಬಾ ಚಂದವಾಗಿದೆ. അത് വെളിച്ചത്ത് തിളങ്ങുന്നുണ്ട്. ಅದು ಬೆಳಕಿನಲ್ಲಿ ಮಿನುಗುತ್ತಿದೆ. തിളങ്ങുന്ന കുട്ടിപ്പാത്രങ്ങൾ അവിടെ ഇരുന്നോട്ടെ. ಮಿನುಗುವಂತ ಚಿಕ್ಕ ಚಿಕ್ಕ ಪಾತ್ರೆಗಳು ಇರುವ ಜಾಗದಲ್ಲಿ ಇರಲಿ. കിടക്കുന്ന കൽപാത്രങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി ಹೊರಗಡೆ ಇರುವಂತ ಕಲ್ಲಿನ ಪಾತ್ರೆಯನ್ನು ನೋಡಿಕೊಂಡು ಬೆರಳು ಚಾಚಿ ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്ക്. ಆ ಪಾತ್ರೆಗಳಲ್ಲಿ ನೀರು ತುಂಬಿರಿ. ഈ രാത്രിയിൽ ദൈവം നമ്മിൽ ചിലരെ പോയിന്റ് ചെയ്ത് ദൂതന്മാരോട് പറയട്ടെ, അതിൽ നിറയ്ക്ക്. ಇಂದು ರಾತ್ರಿಯ ಸಮಯದಲ್ಲಿ ದೇವನು ತನ್ನ ದೂತರಿಗೆ ತೋರಿಸತಕ್ಕ ರೀತಿಯಲ್ಲಿ ತನ್ನ ಕೈಯನ್ನು ನಮಗೆ ನೇರವಾಗಿ ಚಾಚಲಿ. അതിൽ നിറയ്ക്ക്, അതിൽ നിറയ്ക്ക്. ಅದನ್ನು ತುಂಬಿರಿ, ಅದನ್ನು ತುಂಬಿರಿ. ഈ ദാസന്മാർ വക്കോളം നിറച്ചു. ഈ രാത്രിയിൽ നിങ്ങളെ നോക്കി പറയുമോ, അവനിൽ നിറയ്ക്ക്. ಈ ದಿನದಲ್ಲಿ ನಿಮ್ಮನ್ನು ನೋಡಿ ಹೇಳುವಾಗ ಆ ಪಾತ್ರೆಯನ್ನು ತುಂಬಿ ಎಂದು. അവനിൽ നിറയ്ക്ക്, ಅದನ್ನು ತುಂಬು. അവളിൽ നിറയ്ക്ക്. ಅಲ್ಲಿ ನೀನು ತುಂಬು. ആ പാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ಆ ಪಾತ್ರೆ ನನಗೆ ಇಷ್ಟವಾಯಿತು. ഈ കൊച്ചു പാത്രത്തിൽ കൊള്ളുന്നതിന്റെ 500 ഇരട്ടി ആ പാത്രത്തിനകത്ത് എടുക്കാൻ കഴിയും. ಈ ಚಿಕ್ಕ ಪಾತ್ರೆಯಲ್ಲಿ ತುಂಬುವುದಕ್ಕಿಂತ 500ರಷ್ಟು ಆ ಪಾತ್ರೆಯಲ್ಲಿ ತುಂಬಬಹುದು. വലിയ പാത്രങ്ങൾ തപ്പുന്നവനായ യേശു. ಯೇಸು ಕರ್ತನು ದೊಡ್ಡ ಪಾತ್ರೆಗಳನ್ನು ಹುಡುಕಿದರು. വലിയവരോട് പറയാതെ വേലക്കാരോട് സംസാരിക്കുന്ന അമ്മ, ದೊಡ್ಡವನ ಸಂಗಡ ಮಾತನಾಡದೆ ಸೇವಕರ ಸಂಗಡ ಮಾತನಾಡಿದ ತಾಯಿ. യേശുവിന്റെ രണ്ടാം അവർ വക്കോളം നിറച്ചു. ಯೇಸುವಿನ ಎರಡನೇ ಆಜ್ಞೆ, ಅವರು ಆ ಪಾತ್ರೆಯ ಕುತ್ತಿಗೆ ತನಕ ತುಂಬಿದರು. പാത്രം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കൽപ്പന, ഇപ്പോൾ കോരുക. ಆ ಪಾತ್ರೆಯು ತುಂಬಲ್ಪಟ್ಟಾಗ ಯೇಸು ಕರ್ತನ ಆ ಮುಂದಿನ ಆಜ್ಞೆ, ಈಗ ಇದರಿಂದ ತೆಗೆದು ನೀವು ಬಡಿಸಿ. പകുതി നിറഞ്ഞ പാത്രങ്ങളെ യേശു
കാണത്തില്ല. ಅರ್ಧ ತುಂಬಲ್ಪಟ್ಟಿರುವಂತ ಪಾತ್ರೆಗಳನ್ನ ಯೇಸು ನೋಡುವುದಿಲ್ಲ. എനിക്കും കുറെ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ ചുമ്മാ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. ನನಗೆ ನಂಬಿಕೆ ಇದೆ ಎಂದು ಹೇಳುವಂತವರು ಅಲ್ಲಿ ಸುಮ್ಮನೆ ಕೂತಿರುತ್ತಾರೆ. ഞാനും ഭക്തിയിലാ ജീവിക്കുന്നവനെന്ന് പറയുന്നവൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ನಾನು ಭಕ್ತಿಯಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದೇನೆ ಎಂದು ಹೇಳುವಂತವರು ಅಲ್ಲೇ ಕೂತಿರುತ್ತಾರೆ. യേശു നോക്കിയപ്പോൾ വക്കോളം നിറഞ്ഞു. ಯೇಸು ನೋಡುವಾಗ ಅದು ತುಂಬಲ್ಪಟ್ಟಿತು. ഇനിയും നിറയ്ക്കാൻ ഒരു ഇടവുമില്ല. ಇನ್ನು ತುಂಬುವುದಕ್ಕೆ ಅದರಲ್ಲಿ ಜಾಗವೇ ಇಲ್ಲ. ദൈവിക വിശുദ്ധി, ദൈവിക വേർപാട്, ದೇವನ ಪರಿಶುದ್ಧತೆ, ಬೇರ್ಪಡುವಿಕೆ, ദൈവിക ഉപദേശം, ദൈവിക വിശ്വാസം, ದೈವಿಕವಾದಂತ ಉಪದೇಶ, ನಂಬಿಕೆ ആ വലിയ പാത്രത്തിനകത്ത് ഒരു മില്ലിമീറ്റർ ഗ്യാപ്പ് ഇല്ലാതെ വക്കോളം നിറഞ്ഞു. ಆ ಪಾತ್ರೆಯಲ್ಲಿ ನೋಡಬೇಕಾದರೆ ಒಂದು ಹನಿ ತುಂಬಲು ಆಗದೆ ಇರುವಷ್ಟು ಅದು ತುಂಬಲ್ಪಟ್ಟಿದೆ. നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ കോര്. ತುಂಬಲ್ಪಟ್ಟಾಗ ಹೇಳಿದರು ಈಗ ಇದರಿಂದ ತೆಗೆದುಕೊಳ್ಳಿ. ദൈവം പലപ്പോഴും ചില സമയങ്ങൾ കുറിക്കാറുണ്ട്. ದೇವರು ಅನೇಕ ಬಾರಿ ಕೆಲ ಸಮಯಗಳನ್ನ ಹೇಳುತ್ತಾರೆ. ഇവിടുത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് കോരുക. ಈ ಇಂದಿನ ಸನ್ನಿವೇಶದಲ್ಲಿ ಈಗ ಇದರಿಂದ ತೆಗೆದುಕೊಳ್ಳಿ. ഒരിക്കൽ ദൈവം മോശയുടെ അടുക്കൽ ഇറങ്ങി വന്നു. ಒಂದು ಬಾರಿ ದೇವನ ಮೋಶೆಯ ಬದಲಿಗೆ ಬಂದನು. മോശയോട് വന്ന് പറഞ്ഞു നിന്റെ ഈ ബലത്തോടെ നിന്നെ അയക്കാൻ പോകുകയാണ്, ഇപ്പോൾ വരിക. ನೀನು ಇರುವಂತ ಬಲದಲ್ಲಿ ನಿನ್ನನ್ನು ಕಳುಹಿಸುತ್ತೇನೆ, ಈಗ ಬಾ. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. ಈಗ ಬಾ, ನಾನು ನಿನ್ನನ್ನು ಕಳುಹಿಸುತ್ತೇನೆ. യേശു ഒരു സമയം പലപ്പോഴും കുറിക്കാറുണ്ട്. ಯೇಸು ಕರ್ತನು ಒಂದು ಸಮಯವನ್ನ ನಿಗದಿಪಡಿಸುತ್ತಾರೆ. ഇവിടെ വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ കോരുക. ಇದು ತುಂಬಲ್ಪಟ್ಟಾಗ ದೇವನು ಹೇಳಿದನು ಈಗ ಇದರಿಂದ ನೀವು ತೆಗೆಯಿರಿ. ഇരുന്ന് വഴി രുചിച്ചു നോക്കിയേച്ചു പറഞ്ഞു ഇത് എത്ര മനോഹരം. ಅಲ್ಲಿ ಔತಣಕ್ಕೆ ಬಂದವರು ಕುಡಿದು ನೋಡಿ ಹೇಳಿದರು ಇದು ಎಷ್ಟು ಮನೋಹರವಾಗಿದೆ. ഇന്ന് രാത്രി യേശുവിന് അതിന്റെ സാക്ഷാത്കാരം ചെയ്യാനുണ്ട്. ಇಂದು ರಾತ್ರಿಯೂ ಕೂಡ ದೇವರು ಅದೇ ರೀತಿಯಾಗಿ ಮಾಡಲು ಆಗ್ರಹಿಸುತ್ತಿದ್ದಾರೆ. ഇത് ഒരു ഉപമയ. ಇದು ಒಂದು ಉದಾಹರಣೆ. ഞാൻ വെറും ഒരു ഉപമ കാണിക്കാം. ನಾನು ಬರೀ ಒಂದು ಸಾಮ್ಯವನ್ನ ತೋರಿಸುತ್ತೇನೆ, ഒരു അടയാളം കാണിക്കാം, ಒಂದು ಗುರುತನ್ನ ತೋರಿಸುತ್ತೇನೆ. പക്ഷേ 2025 ഈ വർഷം. ಈ ವರ್ಷ 2025. 2000 വർഷങ്ങൾക്ക് മുന്നമേ ഒരു ഉദാഹരണം കാണിച്ചെങ്കിൽ ಈ 2000 ವರ್ಷಗಳ ಹಿಂದೆಯೇ ದೇವನ ಒಂದು ಉದಾಹರಣೆ ತೋರಿಸಿರುವುದಾದರೆ ഈ മൂന്നാം നാളിൽ, ಈ ಮೂರನೆಯ ದಿನದಲ್ಲಿ, അന്ന് മൂന്നാം നാളായിരുന്നില്ല, ಅಂದು ಮೂರನೆಯ ದಿನವಾಗಿರಲಿಲ್ಲ, അക്ഷരപ്രകാരം മൂന്നാം നാളായിരുന്നെങ്കിലും ಅದು ದೃಷ್ಟಾಂತವಾಗಿ ಮೂರನೆಯ ದಿನವಾಗಿದ್ದರು. ദൈവത്തിന്റെ മൂന്നാം നാളെന്ന് പറയുന്നത് ഇന്നാണ്. ದೇವನ ಮೂರನೆಯ ದಿನ ಎಂದು ಹೇಳುವಂತದ್ದು ಅದು ಇಂದು. തമ്പുരാൻ പാത്രങ്ങൾ തപ്പുകയാ. ಇಂದು ಕೂಡ ನಮ್ಮ ಬಳಿಯಲ್ಲಿ ಪಾತ್ರಗಳನ್ನು ಹುಡುಕುತ್ತಿದ್ದಾರೆ. വിശ്വസിക്കുവാൻ കഴിയുന്നവർ ആരൊക്കെ ഉണ്ട്? ನಂಬುವಂತವರು ಯಾರಿದ್ದೀರಿ? വിശ്വസിക്കുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ನಂಬುವಂತವರು ಯಾರಿದ್ದೀರಿ? അതിനകത്ത് വെള്ളം നിറയ്ക്ക്. ಅದರೊಳಗೆ ನೀರು ತುಂಬಿ, അതിനകത്ത് മുഴുവനും നിറഞ്ഞപ്പോൾ, ಅದರಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟಾಗ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഇനിയും ക്രമീകരണം വരാനുണ്ട്. ನಾನು ಸೇವಕರು ಅವರು ಅನೇಕ ಬಾರಿ ಹೇಳುವಂತದ್ದು ನನಗೆ ಇನ್ನೂ ಕ್ರಮೀಕರಣ ಬರಬೇಕು, ഇനിയും എനിക്ക് വളരാനുണ്ട്, ಇನ್ನೂ ನಾನು ಬೆಳೆಯಬೇಕು, ഇനിയും വിശുദ്ധീകരണം നടക്കാനുണ്ട്. ಇನ್ನೂ ನನ್ನಲ್ಲಿ ಶುದ್ಧೀಕರಣ ನಡೆಯಬೇಕು. പകുതി വഴിയേ ആയിട്ടുള്ളൂ. ಅರ್ಧ ದಾರಿ ಮಾತ್ರನೇ ಬಂದಿರೋದು. വക്കോളം നിറയാതെ യേശു കൽപ്പിക്കയില്ല. ಅದು ತುಂಬಲ್ಪಡುವ ತನಕ ಯೇಸು ಆಜ್ಞಾಪಿಸುವುದಿಲ್ಲ. വക്കോളം നിറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ കോരുക. ಅದು ತುಂಬಲ್ಪಟ್ಟಾಗ ಯೇಸು ಹೇಳಿದರು ಈಗ ಇದರಿಂದ ತೆಗೆದುಕೊಳ್ಳಿ. ഒന്നാമത്തെ അത്ഭുതം യേശു ചെയ്തു. ಮೊದಲನೇ ಅದ್ಭುತವನ್ನ ಯೇಸು ಮಾಡಿದರು. ഈ രാത്രിയിൽ വേറൊരു അത്ഭുതം ചെയ്യട്ടെ. ಯೇಸು ಕರ್ತನು ಇಂದು ರಾತ್ರಿಯೂ ಕೂಡ ಅದ್ಭುತವನ್ನ ಮಾಡಲಿ. നമ്മിൽ നിന്ന് ഉള്ളിൽ നിറയ്ക്കുവാൻ താല്പര്യമുള്ളവർക്കായി സ്തോത്രം. ನಮ್ಮ ಒಳಗೆ ತುಂಬಲ್ಪಡುವಂತ ಆಸೆ ಇರುವಂತವರಿಗಾಗಿ ಸ್ತೋತ್ರ. അവരെ വക്കോളം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്, ಅವರನ್ನು ತುಂಬುವಂತ ಪವಿತ್ರಾತ್ಮನು. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ಯೇಸುವಿನ ಶಿಷ್ಯರ ಸಂಗಡ ಹೇಳಿದರು, ആത്മാവ് നിങ്ങളുടെ മേൽ വരുവോളം നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കുകയാണ്. ಆತ್ಮನು ನಿಮ್ಮ ಮೇಲೆ ಬರುವ ತನಕ ನೀವು ಯೆರೂಸಲೇಮಿನಲ್ಲಿ ಕಾದಿರ್ರಿ. ആത്മാവ് അവരുടെ മേൽ വന്നു. ಆತ್ಮನು ಅವರ ಮೇಲೆ ಬಂದನು. ആ മുറി മുഴുവനും നിറച്ചു. ಆ ಕೋಣೆ ಎಲ್ಲ ತುಂಬಲ್ಪಟ್ಟಿತು. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായവുമായി താരതമ്യം ചെയ്താൽ ಯೋಹನನು ಬರೆದಂತ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಹೋಲಿಕೆ ಮಾಡಿ ನೋಡುವುದಾದರೆ വക്കോളം നിറച്ചു. ಅದು ತುಂಬಲ್ಪಟ್ಟಿತು. ദൈവത്തിന് പറയാനുള്ളത് ഇപ്പോൾ പരുവമായി.
ಈ ದೇವರ ಮಾತು ಈಗ ಸಮಯವಾಯಿತು. അവിടെ നിന്ന് തെറിച്ചവനാണ് പത്രോസ്. ಅದರಿಂದ ಹೊರಗೆ ಬಂದವನೇ ಪೇತ್ರನು. പത്രോസ് മുടമ്പന്റെ മുമ്പിൽ നിന്നു. ಈ ಪೇತ್ರನು ಕುಂಟನ ಮುಂದೆ ನಿಂತನು. വെള്ളിയും പൊന്നും എനിക്കില്ല, ಬೆಳ್ಳಿಯು ಬಂಗಾರವು ನನ್ನ ಬಳಿಯಲ್ಲಿ പക്ഷെ ಇಲ್ಲ. ഞങ്ങൾക്ക് ചിലത് ഉണ്ട്. ಆದರೆ ನಮಗೆ ಕೆಲವೊಂದು ಇದೆ. ഞങ്ങളുടെ അകത്ത് ചിലത് നിറഞ്ഞു കവിയുന്നു. ನಮ್ಮ ಒಳಗೆ ಕೆಲವೊಂದು ತುಂಬಿ ಹೊರ ಸುರಿಸುತ್ತಿದೆ. എന്റെ അകത്ത് കിടന്ന് ചിലത് തിളയ്ക്കയ. ನಮ್ಮ ಒಳಗಿಂದ ಅದು ಕುದಿಯುತ್ತಿದೆ. കാലിന് ബലഹീനതയുള്ള മനുഷ്യ, ಕಾಲಿಗೆ ಬಲಹೀನತೆ ಇರುವ ಮನುಷ್ಯ, നിന്റെ വലം കൈ നീട്ട്. ನಿನ್ನ ಬಲಗೈಯನ್ನು ಚಾಚು. ഞാൻ നിന്റെ വലം കൈയിൽ ഒന്ന് പിടിക്കാൻ പോവാ. ನಾನು ನಿನ್ನ ಬಲಗೈಯನ್ನು ಹಿಡಿಯುತ್ತೇನೆ. ഞാൻ നിന്നെ ഒന്ന് പൊക്കാൻ പോവാ. ನಾನು ನಿನ್ನನ್ನು ಮೇಲೆತ್ತುತ್ತೇನೆ. ദൈവത്തിന്റെ ഒരു ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. ದೇವನ ಶಕ್ತಿಯು ನಿನ್ನ ಮೇಲೆ ವ್ಯಾಪರಿಸುವುದು. നിന്റെ കാൽ സൗഖ്യമാകും. ನಿನ್ನ ಕಾಲುಗಳು ಗುಣವಾಗುವುದು. നിന്റെ മരിയോണി ഉറയ്ക്കും. ನಿನ್ನ ಪಾದಗಳು ದೃಢವಾಗುವುದು. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎದ್ದೇಳು. അവൻ നടന്നു, അവൻ തുള്ളി. അവൻ നടന്നു, അവൻ തുള്ളി. ಅವನು ನಡೆದ ಜಿಗಿದಾಡಿದ. അപ്പോസ്തലന്മാർ പറഞ്ഞു കേറ് ദേവാലയത്തിന്റെ അകത്തേക്ക്. ಅಪೊಸ್ತಲರು ಅವನನ್ನ ನೇರವಾಗಿ ದೇವಾಲಯಕ್ಕೆ ಕರೆತಂದರು. ഇനി നിന്നെ വിട്ടേക്കുന്നത് വെളിയിലല്ല, ಇನ್ನು ನಿನ್ನನ್ನು ಬಿಡುವುದು ಹೊರಗಡೆ ಅಲ್ಲ. ഭിക്ഷ തണ്ടിയ കാലത്ത് വെളിയിൽ പാർത്തു. ನೀನು ಭಿಕ್ಷೆ ಯಾಚಿಸುವಂತ ಕಾಲದಲ್ಲಿ ಹೊರಗಿದ್ದೆ. വരിക, അകത്ത് വരിക. ಬಾ, ಒಳಗೆ ಬಾ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ನಾವು ದೇವನನ್ನ ಆರಾಧಿಸೋಣ. യേശുവിന്റെ നാമത്തിൽ ദേശത്തോട് ഞാൻ പ്രവചനാത്മാവിൽ പറയട്ടെ, അകത്ത് വരിക. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೈವಕ್ತಿಯಾಗಿ ಹೇಳುತ್ತೇನೆ, ನೀನು ಸಭೆಯ ಒಳಗೆ ಬಾ. ಓ ರಾಮ ಶತರಮ ಕರಮ ನರಬಿಮ വെളിയിൽ കിടന്ന വ്യക്തികളെ, ಹೊರಗಡೆ ಇರುವಂತ ವ್ಯಕ್ತಿಗಳೇ, യേശുവിന്റെ നാമത്തിൽ അകത്ത് വരിക. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಒಳಗೆ ಬಾ. എന്തിനു വേണ്ടി? ಯಾತಕ್ಕೋಸ್ಕರ? ദൈവത്തെ സ്തുതിക്കുവാൻ, ದೇವನನ್ನು ಸ್ತುತಿಸಲು. ಆಮೆನ್. മറ്റുള്ളവരെക്കാൾ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. ಬೇರೊಬ್ಬರಿಗಿಂತ ದೊಡ್ಡ ವ್ಯತ್ಯಾಸವಿಲ್ಲ. ഇവിടെ പ്രവർത്തിക്കുന്ന ദൈവശക്തിയാണ്. ಇಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡುವುದು ದೇವನ ಶಕ್ತಿ. അകത്ത് വരിക, ಒಳಗೆ ಬಾ. ദൈവത്തെ സ്തുതിക്കാം. ದೇವನನ್ನು ಸ್ತುತಿಸೋಣ. ಆಮೆನ್. ഞാൻ പ്രവചനാത്മാവിൽ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ. ನಾನು ಪ್ರವಚನೆಯ ಆತ್ಮದಲ್ಲಿ ಮತ್ತೊಂದು ಆವರ್ತಿ ಹೇಳಲಿ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. ಬಾಗಿಲುಗಳು ತೆರೆಯಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തില് ಯೇಸುವಿನ ನಾಮದಲ್ಲಿ വെളിയിൽ കിടക്കുന്ന വ്യക്തികൾ അകത്തു വരാം. ಹೊರಗಡೆ ಇರುವ ವ್ಯಕ್ತಿಗಳು ಒಳಗೆ ಬರಲಿ. സൗഖ്യമായി അകത്തു വരാം. ಸೌಖ್ಯವಾಗಿ ಒಳಗೆ ಬಾ. നടന്ന് അകത്തു വരാം. ಎಲ್ಲ ಒಳಗೆ ಬಾ. തുള്ളിച്ചാടി അകത്തു വരാം. ಕುಣಿದು ಜಿಗೆ ಆಡುತ್ತಾ ಒಳಗೆ ಬಾ. ദൈവത്തെ ആരാധിക്കുവാൻ, ದೇವನನ್ನು ಆರಾಧಿಸಲು. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അതൊരു അടയാളമായി കാണിച്ചു. ಯೇಸು ಕರ್ತರು ಯೋಹನನ ಸುವಾರ್ತೆಯಲ್ಲಿ ಒಂದು ಗುರುತಾಗಿ ತೋರಿಸಿದರು. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസ് വേറൊരു അടയാളം കാണിച്ചു. ಆ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳ 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಪೇತ್ರನು ಇನ್ನೊಂದು ಗುರುತನ್ನು ತೋರಿಸಿದರು. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങളും ഞാനും ഇത് യാഥാർത്ഥ്യമായി ചെയ്യണം. ಇಂದು ರಾತ್ರಿ ಇಂದು ಇಲ್ಲಿರುವಂತ ನೀವು ನಾವು ಅದು ಶಾಸ್ತ್ರವಾಗಿ ದೃಷ್ಟಾಂತವಾಗಿ ಮಾಡಲಿದ್ದೇವೆ. നമ്മുടെ ദൈവത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല. ನಮ್ಮ ದೇವನಿಗೆ ಯಾವ ಕೇಡು ಸಂಭವಿಸಲಿಲ್ಲ. അവന് ഗതിഭേദത്താൽ ആച്ഛാദനമില്ല. ಅವರಿಗೆ ಯಾವುದೇ ಗತಿ ಭೇದದಿಂದ ವ್ಯತ್ಯಾಸವಿಲ್ಲ. സാഹചര്യങ്ങൾ കൊണ്ട് അവന്റെ സ്വഭാവം മാറുകയില്ല. ಸನ್ನಿವೇಶಗಳ ನಿಮಿತ್ತವಾಗಿ ಆತನ ಸ್ವಭಾವಕ್ಕೆ ಬದಲಾವಣೆ ಬರಲ್ಲ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ബലം കുറയുകയില്ല. ಪ್ರಪಂಚದ ಸೃಷ್ಟಿಕರ್ತನ ಬಲವು ಕೊರತೆ ಆಗಲಿಲ್ಲ. ഇന്ന് രാത്രിയിൽ പ്രവർത്തിപ്പാൻ യേശു ശക്തൻ. ಇಂದು ರಾತ್ರಿ ಕೂಡ ಕ್ರಿಯೆ ಮಾಡಲು ಯೇಸು ಕರ್ತನು ಶಕ್ತನು. എന്നെയും നിങ്ങളെയുമാണ് ഉപയോഗിക്കേണ്ടത്. ನೀವು ನನ್ನನ್ನು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವುದಕ್ಕಾಗಿ, എന്നെയും നിങ്ങളെയുമാണ് ഉപയോഗിക്കേണ്ടത്. ನನ್ನನ್ನು ನಿಮ್ಮನ್ನು ದೇವರು ಉಪಯೋಗಿಸುತ್ತಾನೆ. അനുസരിക്കുന്ന വേലക്കാർ, ಆ ವಿಧೇಯರಾಗುವ ಕೆಲಸಗಾರರು, വലിപ്പമുള്ള പാത്രങ്ങൾ,
ದೊಡ್ಡ ಪಾತ್ರೆಗಳು. വിശ്വസിക്കുവാൻ തയ്യാറുള്ളവർക്കായി സ്തോത്രം. ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧರಾಗುವವರನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. കർത്താവേ, ഉയർത്തപ്പെട്ട കരങ്ങളുടെ ഉടമസ്ഥരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ದೇವನೇ ಎತ್ತಲ್ಪಟ್ಟಂತ ಕೈಗಳಲ್ಲಿ ದೇವನೇ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸ್ಪರ್ಶನೆ ಉಂಟಾಗಲಿ. യേശുവിന്റെ നാമത്തിലെ കൈകൾ ബലപ്പെടട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕೈಗಳು ಬಲ ಹೊಂದಲಿ. ഇവരുടെ കൈകൾ പലരെയും തൊടട്ടെ. ಇವರ ಕೈಗಳು ಅನೇಕರನ್ನ ಮುಟ್ಟಲಿ. ഇവരുടെ കാലുകൾ പലയിടങ്ങളിലും ചവിട്ടട്ടെ. ಇವರ ಕಾಲುಗಳು ಅನೇಕ ಜಾಗಗಳಲ್ಲಿ ദേശം വിടുവിക്കപ്പെടുവാൻ, ದೇಶವು ಬಿಡುಗಡೆ ಹೊಂದಲು, ദേശം വിടുവിക്കപ്പെടുവാൻ, ದೇಶವು ಬಿಡುಗಡೆ ಹೊಂದಲು, വിരുന്നുവാഴികൾ അത്ഭുത പരതന്ത്രരാകുവാൻ, ಔತಣಕ್ಕೆ ಬಂದವರು ಅದ್ಭುತ ಚಕಿತರಾಗುವಂತೆ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ಒಂದು ದೇವ ಶಕ್ತಿಯು ವ್ಯಾಪರಿಸಲಿ. സഭയെ ഞാൻ അതിനെ അനുഗ്രഹിക്കുന്നു. ಈ ಸಭೆಯನ್ನು ನಾನು ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇನೆ. അങ്ങയുടെ ദാസനെ ഞാൻ അതിനായി അനുഗ്രഹിക്കുന്നു. ಆ ಸೇವಕರನ್ನು ಅದಕ್ಕೋಸ್ಕರ ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇನೆ. ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരെ ഞാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ಸೇರಿ ನಿಂತು ಕಾರ್ಯ ಮಾಡುವಂತ ಪ್ರತಿಯೊಬ್ಬರನ್ನು ಆಶೀರ್ವದಿಸುತ್ತೇನೆ. ദേശം യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കട്ടെ. ದೇಶವು ಯೇಸುವಿನ ಮುಂದಾಗಿ ಮೊಣಕಾಲೂರಲಿ. കർത്താവേ, മരിയാണികൾ ഉറക്കട്ടെ. ದೇವನೇ ಪಾದಗಳು ದೃಢವಾಗಲಿ. അടിയങ്ങളുടെ മരിയാണികൾ ഉറക്കട്ടെ. ಅಲುಗಾಡುವ ಪಾದಗಳು ದೃಢವಾಗಲಿ. ഞങ്ങൾ ചിലതിനെ വലിച്ചകത്ത് കയറ്റുന്നു. ಕೆಲವರನ್ನು ನಾವು ಒಳಗೆ ಸೇರಿಸುತ್ತೇವೆ. യേശുവിന്റെ നാമത്തില്. ಅದು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് തോന്നുന്നു. ಇಂದು ನಾನು ಹೇಳಿದಂತ ಕಾರ್ಯಗಳು ನಿಮಗೆ ಚೆನ್ನಾಗಿ ಅರ್ಥವಾಯಿತು. ചില മിനിറ്റത്തെ കാര്യം കൈ അടിക്കരുത്. ನಾವು ಕೆಲ ನಿಮಿಷಕ್ಕೋಸ್ಕರ ಕೈ ತಟ್ಟಬೇಡಿ. ഒരു വാക്ക് മിസ്സാകാതെ അകത്ത് കയറാൻ വേണ്ടി ഞാനൊരു സമയം തരിക. ಏನಕ್ಕೆಂದರೆ ಒಂದು ಮಾತು ಕೂಡ ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರದು ಎಂದು ನಿಮಗೆ ಸಮಯ ಅವಕಾಶ ಕೊಡುತ್ತಿದ್ದೇನೆ. കാനാവിലെ കല്യാണ വിരുന്ന് 3-ാം നാളിലായിരുന്നു. ಕಾನಾವಿನ ಆ ಮದುವೆಯ ಆ ದಿನ 3ನೆಯ ದಿನವಾಗಿತ್ತು. സാക്ഷാൽ 3-ാം നാളെന്നാൽ എന്താണ്? ನಿಜವಾಗಲೂ 3ನೆಯ ದಿನ ಎಂದರೇನು? 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം പോലെയാ. 1000 ವರ್ಷಗಳು ದೇವನಿಗೆ ಒಂದು ದಿನದ ರೀತಿ. എങ്കിൽ 2000 വർഷങ്ങൾ ദൈവത്തിന് 2 ദിവസം പോലെയാ. 2000 ವರ್ಷಗಳು ದೇವನಿಗೆ 2 ದಿನದ ರೀತಿಯಲ್ಲಿ. 3-ാമത്തെ സഹസ്രാബ്ദത്തിലേക്ക് കടന്ന നാം ദൈവത്തിന്റെ 3-ാം നാളിലാ. ಈ 3ನೆಯ ವರ್ಷ ಶತಮಾನದಲ್ಲಿ ಬಂದಿರುವಂತ ನಾವು ದೇವನ 3ನೆಯ ದಿನದಲ್ಲಿ ಬಂದಿದ್ದೇವೆ. ഇന്നാണ് സാക്ഷാൽ അത്ഭുതം. ಹಿಂದೆ ಅದು ನಿಜವಾದ ಅದ್ಭುತ. അന്ന് യേശു ഒരു അടയാളമാ കാണിച്ചത്. ಅಂದು ಯೇಸು ಕರ್ತನು ಒಂದು ಗುರುತಾಗಿ ತೋರಿಸಿದರು. ഇന്ന് നാം അതിന്റെ യാഥാർത്ഥ്യം ചെയ്യേണ്ടവരാണ്. ನಾವು ಇಂದು ನಿಜವಾಗಲೂ ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕಾದವರು. ദൈവത്തിന്റെ 2-3 ആവശ്യങ്ങൾ. ದೇವನಿಗೆ ಬೇಕಾಗಿರುವಂತ 2-3 ಅಗತ್ಯಗಳು. ഒന്ന്, എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന വേലക്കാർ. ಒಂದನೆಯದು ಏನ್ ಹೇಳಿದರೂ ಕೂಡ ವಿಧೇಯರಾಗುವ ಸೇವಕರು. യേശു എന്നോട് പറഞ്ഞത് മൊത്തം അനുസരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ಯೇಸು ಕರ್ತನು ನನ್ನ ಸಂಗಡ ಹೇಳುವಂತ ಎಲ್ಲಾ ಕಾರ್ಯಗಳಿಗೆ ವಿಧೇಯನಾಗಿ ನಡೆಯುತ್ತೇನೆ. 2 വലിപ്പമേറിയ പാത്രങ്ങൾ. 2 ದೊಡ್ಡದಾದಂತ ಪಾತ್ರೆಗಳು. ഞാൻ പറഞ്ഞു തലവേദന മാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പക്ഷേ അവരെ തൽക്കാലം വേണ്ട. ಆ ತಲೆನೋವು ನೀಗಲ್ಪಡುತ್ತದೆ ಎಂದು ನಂಬುವಂತವರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. ಆದರೆ ಈಗ ಅವರು ಬೇಕಾಗಿಲ್ಲ. മരിച്ചവർ ഉയർക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെ ഇപ്പോൾ വേണം. ಈಗ ಸತ್ತವರು ಜೀವಂತವಾಗಿ ಎದ್ದೇಳುತ್ತಾರೆ ಎಂದು ಹೇಳಿ ನಂಬುವಂತವರು ಈಗ ಬೇಕು. അല്പം വിശ്വസിക്കുന്നവർ മാറിയിരിക്കട്ടെ. ಸ್ವಲ್ಪ ನಂಬುವಂತವರು ಸ್ವಲ್ಪ ಪಕ್ಕಕ್ಕೆ ನಿಲ್ಲಲಿ. പൂർണ്ണമായി അധികം വിശ്വസിക്കുന്നവർക്ക് യേശുവിന് വേണം. ಪೂರ್ಣವಾಗಿ ಅಧಿಕವಾಗಿ ನಂಬುವಂತವರು ಯೇಸುವಿಗೆ ಬೇಕು. 3, വെള്ളം കോരി നിറയ്ക്കുന്നവർ. 3ನೇದಾಗಿ ನೀರನ್ನು ತೆಗೆದು ತುಂಬುವರು. ഇത് വക്കോളം നിറയുവാൻ കാത്തിരിക്കുക. ಅದರ ಬಾಯ ತನಕ ತುಂಬುವ ತನಕ ಕಾದಿರ್ರಿ. ജീവിതത്തിൽ ഒരു സംശയം ബാക്കിയില്ലാതെ, ಜೀವಿತದಲ್ಲಿ ಒಂದು ಸಂಶಯವು ಸಂದೇಹವು ಬಾಕಿ ಇಲ್ಲದೆ, ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ಎಲ್ಲ ಕ್ರಮೀಕರಣಗಳನ್ನ ಪೂರ್ತಿಗೊಳಿಸುವಾಗ സ്വർഗം കൽപ്പിക്കും ഇപ്പോൾ കോരുക. ಪರಲೋಕವು ಆಜ್ಞಾಪಿಸುವುದು ಈಗ ಅಚ್ಚಿರಿ. ഇത് നിങ്ങളുടെ സമയമാ. ಇದು ನಿಮ್ಮ ಸಮಯ. ഈ പട്ടണത്തിൽ ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞു. ಈ ಪಟ್ಟಣದಲ್ಲಿ ಉಜ್ಜೀವನ ಆರಂಭವಾಯಿತು. നമ്മുടെ രാജ്യത്ത് ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞു. ನಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಉಜ್ಜೀವನ ಆರಂಭವಾಯಿತು. യേശുവിന്റെ നാമത്തിൽ ഉണർവിന്റെ കാറ്റിവിടെ വീശട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಉಜ್ಜೀವನದ ಗಾಳಿ ಬೀಸಲಿ. അത് കൊണ്ട് നടക്കുന്നവർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ಅದನ್ನು ನಂಬುವಂತವರು ನಡೆಸುವಂತವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಎದ್ದೇಳಲಿ. അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ಅದು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸಂಭವಿಸಲಿ.
ഞാൻ ഒരു വാക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോടെ നിർത്താം. 8:30 മണിയായി. ನಾನು ಒಂದು ಮಾತಿನಲ್ಲಿ ನಿಮಗೆ ಪ್ರಾರ್ಥಿಸಿ ಇಲ್ಲಿ ನಿಲ್ಲಿಸುತ್ತೇನೆ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ക്രമീകരണങ്ങൾ ഇനിയും ആവശ്യമില്ലേ? ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇನ್ನು ಕ್ರಮೀಕರಣಗಳು ಅನೇಕವಿದೆ. ഇനിയും അനേക ഇടങ്ങൾ വെള്ളം കൊണ്ട് നിറയാനില്ലേ? ಇನ್ನು ಅನೇಕ ಜಾಗಗಳಲ್ಲಿ ನೀರು ತುಂಬಬೇಕಾಗಿದೆಯಲ್ಲ. അതെ, ഈ അഴുക്ക് പാത്രത്തിനകത്താണ് വെള്ളം നിറച്ചത്. ಅಯ್ಯೋ, ಇದು ಒಳಸಾದಂತ ಪಾತ್ರೆಯಲ್ಲೇ ನೀರು ತುಂಬಿದ್ದು. ഇത് വൃത്തികെട്ടതാന്നൊക്കെ കോരി നിറക്കുന്ന വേലക്കാർക്ക് തോന്നിയേക്കാം. ಒಂದು ವೇಳೆ ಇದನ್ನು ನೀರು ತುಂಬುವವರಿಗೆ ಇದು ಒಳಸಾದ ಪಾತ್ರೆ ಎಂದು ತೋರಬಹುದು. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നതോടെ ഇത് മുഴുവനും ശുദ്ധീകരിക്കപ്പെടും. ಆದರೆ ದೇವನ ಕಾರ್ಯವನ್ನು ನಡೆಸುವಂತದ್ದು ಎಲ್ಲ ಶುದ್ಧೀಕರಣವು ನಡೆಸಲ್ಪಡುತ್ತದೆ. യേശുവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ಯೇಸುವೇ, ಜನರನ್ನು ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇನೆ. ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ನಾನು ಈ ಸಭೆಯನ್ನು ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇನೆ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി, ಒಂದು ಕೃಪಾವರದಲ್ಲೂ ಕೊರತೆ ಇಲ್ಲದವರಾಗಿ, ഒരു ദൈവിക നന്മയും കുറയാത്തവരായി, ಯಾವುದೇ ದೈವಿಕವಾದ ಆಶೀರ್ವಾದದಲ್ಲಿ ಕೊರತೆ ಇಲ್ಲದವರಾಗಿ ദൈവകൃപയിൽ വളരട്ടെ. ಈ ಜನರು ದೇವನ ಕೃಪೆಯಲ್ಲಿ ಬೆಳೆಯಲಿ. ഈ ജനം ദൈവശക്തിയിൽ വളരട്ടെ. ಈ ಜನರು ದೇವನ ಶಕ್ತಿಯಲ್ಲಿ ಬೆಳೆಯಲಿ. ഒരു സീരീസ് ഓഫ് അത്ഭുതങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ದೇವರೇ, ಒಂದು ಅದ್ಭುತದ ಕಾಲಕ್ಕೋಸ್ಕರ ನಾನು ಇವರನ್ನು ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇನೆ. അടയാളങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ದೇವನೇ, ನಿನ್ನ ಸೂಚಕ ಕಾರ್ಯಗಳಿಗೋಸ್ಕರ ನಾನು ಇವರನ್ನು ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇನೆ. ദേശശക്തികളെ ഇവരുടെ മുമ്പിൽ കീഴടങ്ങുക. ದೇಶ ಶಕ್ತಿಯ ಇವರ ಮುಂದಾಗಿ ಮೊಣಕಾಲೂರು. ദേശം അനധികൃതമായി ഭരിച്ച വ്യാപാരങ്ങളെ കീഴടങ്ങി വിട്ടുമാറുക. ದೇಶದಲ್ಲಿ ಅನಧಿಕೃತವಾಗಿ ಆಳ್ವಿಕೆ ಮಾಡಿದಂತ ದೇಶ ಶಕ್ತಿಗಳೇ ಬಿಟ್ಟು ತೊಲಗಿ. യേശു ഈ ദേശത്തിന്റെ രാജാവെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ಯೇಸುವಿನ ಬಿಡುಗಡೆಯನ್ನ ಇಲ್ಲಿ ಪ್ರಖ್ಯಾಪಿಸುತ್ತಿದ್ದೇನೆ. യേശുവിന്റെ നാമം ഇവിടെ ഉയരട്ടെ. ಯೇಸುವಿನ ನಾಮ ಇಲ್ಲಿ ಮಹಿಮೆ ಹೊಂದಲಿ. മഹത്വം മുഴുവനും അങ്ങേക്ക്. ದೇವರೇ, ಎಲ್ಲ ಕನವು ಮಹಿಮೆ ನಿನಗೆ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ആമേൻ. ಆಮೆನ್.